ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ആദ്യം മുരാരി ബാബു ഇറങ്ങി, രണ്ടാമത് എസ് ശ്രീകുമാർ ഇറങ്ങി, മൂന്നാമത് ഡി സുധീഷ് കുമാറും. കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും സ്വാഭാവിക ജാമ്യത്തിൽ നാളെ പുറത്തിറങ്ങിയേക്കും. പക്ഷേ കേസിൽ അന്വേഷണ സംഘത്തെ നിയോഗിച്ച ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് പറയുന്നു, ഇറങ്ങുന്നവർ ഇറങ്ങട്ടെ, അതിനർത്ഥം കുറ്റവാളികൾ രക്ഷപ്പെട്ടു എന്നല്ല എന്ന്. അതിസങ്കീർണമായ അസാധാരണ കേസിൽ കണ്ണികൾ ഓരോന്നും കൂട്ടിച്ചേർക്കാൻ SIT സമയമെടുക്കട്ടെ എന്നാണ് കോടതി വ്യക്തമാക്കുന്നത്. കോടതി ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് CBI അന്വേഷണം ആവശ്യപ്പെട്ട BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനോടും VHPയോടും തന്ത്രി സമാജത്തോടുമാണ്. നിസ്സാര കാര്യം പറഞ്ഞ് കോടതിയിലേക്ക് വരരുത് എന്നുകൂടിയാണ് ദേവസ്വം ബെഞ്ചിന്റെ നിർദ്ദേശം. കുറ്റപത്രം വൈകിയാൽ സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രതികൾ രക്ഷപ്പെടുമെന്ന തോന്നൽ വേണ്ട എന്നാണ് കോടതി ഇന്ന് വ്യക്തമാക്കുന്നത്. പാളികളിലെ പരിശോധനയ്ക്കും തൊണ്ടിയിലെ തെളിവിനും സമയം കിട്ടിയ SITക്ക് ആശ്വസിക്കാം. SITക്ക് മേൽ സർക്കാർ സമ്മർദ്ദമെന്ന പ്രതിപക്ഷവാദവും കോടതി പരാമർശത്തിൽ പൊളിയുന്നുണ്ട്. പക്ഷേ പ്രതികൾ പാർട്ടി അംഗങ്ങളായിരിക്കെ ഹൈക്കോടതി നിലപാട് സർക്കാരിന് ആശ്വാസമെന്ന് പറയാമോ? കോടതി വിശ്വാസം ഉറപ്പിച്ചു എന്നതാണ് ചോദ്യം. CPMൽ നിന്നും അഡ്വക്കേറ്റ് KS അരുൺകുമാർ, കോൺഗ്രസിൽ നിന്നും ഡോക്ടർ ജിൻഡോ ജോൺ, VHP പ്രതിനിധി അഡ്വക്കേറ്റ് അനിൽ വിളയിൽ, മധുമണിമല അഖില ഭാരതീയ അയ്യപ്പ പ്രചാര സഭാ ദേശീയ ജനറൽ സെക്രട്ടറി ശ്രീ മഹേഷ് പണിക്കർ ശില്പി എന്നിവരാണ് ചർച്ചയിലുള്ളത്. ആദ്യം ജിൻഡോയിലേക്കാണ്. ജിൻഡോ, ഇന്ന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന ആ പരാമർശങ്ങൾ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി തള്ളിക്കൊണ്ടാണ്. ഹർജിയിൽ ചില പരാമർശങ്ങൾ നടത്തിക്കൊണ്ടാണ്, അതിൽ തീരുമാനമാക്കിയിട്ടില്ല. പക്ഷേ SITയുടെ അന്വേഷണത്തിൽ പൂർണ്ണ വിശ്വാസം രേഖപ്പെടുത്തുകയാണ് കോടതി. മാത്രമല്ല, പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിച്ച് പുറത്തേക്ക് പോകുന്നതിൽ ആശങ്ക വേണ്ടതില്ല എന്നാണ് കോടതി പറയുന്നത്. അങ്ങനെയാണെങ്കിലും സ്വാഭാവിക ജാമ്യം ലഭിക്കുമ്പോഴും കുറ്റവാളികളുമായി ബന്ധപ്പെട്ട് കോടതിക്ക് കൃത്യമായ ബോധ്യമുണ്ട്. അവർ പുറത്തിറങ്ങില്ല, അതായത് എന്നേക്കുമായി പുറത്തിറങ്ങില്ല എന്ന് കോടതി വ്യക്തമായി പറയുകയാണ്. അപ്പോൾ ശരിയായ ദിശയിൽ അന്വേഷണം പോകുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടുകൊണ്ട് ഈ അന്വേഷണം ഗതി തിരിച്ചുവിടുന്നു, അല്ലെങ്കിൽ അന്വേഷണത്തിന്റെ വേഗം കുറയ്ക്കുന്നു എന്നാണല്ലോ. അപ്പോൾ നിങ്ങളുടെ വാദം കൂടിയല്ലേ ഇന്ന് ഹൈക്കോടതി തള്ളിയത്, ശ്രീ ജിൻഡോ? അല്ല സ്മൃതി, അതിനെ അങ്ങനെ കാണാൻ പറ്റുമല്ല. എന്തുകൊണ്ടാണ് ഈ പ്രതികൾക്ക് ജാമ്യം നിഷേധിക്കപ്പെടുകയും ഇവർ 10-90 ദിവസം ജയിലിൽ കിടക്കുകയും ചെയ്തത്? അന്ന് ഇവർക്ക് ജാമ്യം നിഷേധിക്കാൻ കോടതി കണ്ടെത്തിയ കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? ഈ പ്രതികൾക്ക് ജാമ്യം, സ്വാഭാവികമായിട്ട് ഇത്തരം കേസിൽ പ്രതിയാകുന്ന പ്രതികൾക്ക് ജാമ്യം നിഷേധിക്കപ്പെടുന്നത് അവർ ജാമ്യത്തിലിറങ്ങിയാൽ തെളിവ് നശിപ്പിക്കാനിടയുണ്ടെന്നും മറ്റു പല കാര്യങ്ങളും ഇടപെടുമെന്നും ഒക്കെ ഉള്ളതുകൊണ്ടാണല്ലോ. അപ്പോൾ 90 ദിവസത്തിന് ശേഷം പ്രതികൾ തെളിവ് നശിപ്പിക്കില്ല എന്ന് നമുക്ക് വല്ല ഉറപ്പുണ്ടോ? അങ്ങനൊരു ഉറപ്പുമില്ലല്ലോ. അപ്പോൾ ഇത്തരം ചില ചോദ്യങ്ങളൊക്കെ സാമാന്യ ബുദ്ധിയെ ചോദ്യം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇവിടെയുള്ളൊരു പ്രശ്നം, ഇത് കേവലമായിട്ടുള്ളൊരു തട്ടിപ്പ് കേസോ കളവ് കേസോ മാത്രമല്ല. ഈ സംസ്ഥാനത്ത് തന്നെ, ഈ രാജ്യത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രത്തെ, ആ ക്ഷേത്രത്തിലെ കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്തത് ഭരണകർത്താക്കൾ ഉൾപ്പെടെയുള്ള ആളുകളാണെന്നുള്ള സംശയം നിലനിൽക്കുമ്പോൾ, അത്തരം ചോദ്യങ്ങൾ നിലനിൽക്കുമ്പോൾ, അതിന് ഉത്തരവാദികളായിട്ടുള്ള ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രതികൾ 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെടാത്തത് കൊണ്ട് സ്വാഭാവിക ജാമ്യം കിട്ടിയിട്ട് പുറത്തിറങ്ങുമ്പോൾ അത് നൽകുന്ന സന്ദേശം എന്താണ് ഈ സമൂഹത്തിന്? അപ്പോൾ അവർക്ക് 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാൻ പറ്റാത്തത്ര വിപുലമായിട്ടുള്ള ഒരു സംവിധാനങ്ങളാണ്, കേസാണ് ഇതെങ്കിൽ അത് മറ്റേതെങ്കിലും ഏജൻസികളെ ഏൽപ്പിക്കേണ്ടതല്ലേ? തുടക്കത്തിൽ തന്നെ UDF പറഞ്ഞിട്ടുള്ളതാണ്, കോടതിയുടെ മേൽനോട്ടത്തിൽ CBI ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്നത് കുറെ കൂടി നന്നായിരിക്കും. പല സംസ്ഥാനങ്ങളിലും വ്യാപിച്ചു കിടക്കുന്ന ഒരു തട്ടിപ്പാണ്, കൊള്ളയാണ് എന്നുള്ളത് കൊണ്ട്. ഇനി അതിനപ്പുറത്ത് ഈ പ്രതികൾ ജാമ്യത്തിലിറങ്ങുന്നതുകൊണ്ട് കേസിനെ ഒരു തരത്തിലും ബാധിക്കില്ല എന്നുള്ളത് നമ്മളിപ്പോൾ കോടതി പറയുന്നത് നമ്മൾ വിശ്വസിക്കുകയാണ്. പക്ഷേ ഒരു കാര്യം, ഫോറൻസിക് പരിശോധന നടത്തുന്ന കാര്യത്തിൽ വൈകിയിട്ടുണ്ട്, കുറ്റപത്രം സമർപ്പിക്കപ്പെടുന്ന കാര്യത്തിൽ വൈകിയിട്ടുണ്ട്, സ്വാഭാവിക ജാമ്യം കിട്ടുന്ന സാഹചര്യമുണ്ടായി. കോടതി പോലും പലവട്ടം കർശന സ്വരത്തിൽ പറഞ്ഞതുകൊണ്ടാണ് പല പ്രതികളെയും അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. ശങ്കർദാസിന്റെ മകൻ IPS കാരനായതുകൊണ്ടാണോ അറസ്റ്റ് ചെയ്യപ്പെടാതിരിക്കുന്നത് എന്നുള്ള ചോദ്യം പോലും കോടതി ചോദിക്കുന്നുണ്ടായി. പലതരത്തിലും പല ഘട്ടത്തിലും കോടതിയുടെ ഇടപെടലുകളും ചോദ്യങ്ങളും ഒക്കെ SIT പോലും സംശയം നിലനിർത്തുന്നതായിരുന്നു. ജിൻഡോ പറഞ്ഞ ചില കാര്യങ്ങളിൽ സംശയം ചോദിക്കട്ടെ. അങ്ങ് പറഞ്ഞു ഈ 90 ദിവസത്തിന് മുൻപ് തന്നെ പലതവണ ജാമ്യാപേക്ഷയുമായി കോടതിയിലെത്തിയവരാണ് ഈ പ്രതികൾ. ശരിയാണ്. ഏറ്റവും ഒടുവിൽ നമുക്കറിയാം, എൻവാസു സുപ്രീം കോടതിയിൽ പോയപ്പോൾ സ്വർണം കട്ടവരല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ആ ജാമ്യ ഹർജി തള്ളുന്നത്. ശരി, 90 ദിവസം കഴിയുമ്പോൾ സ്വാഭാവികമായും കോടതിക്ക് ജാമ്യം നൽകാതെ തരമില്ല. പക്ഷേ ഈ ദിവസങ്ങൾക്കിടയിൽ കോടതി പറയുന്ന ഒരു വാചകം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കൃത്യമായ കുറ്റവാളികൾ ആരും രക്ഷപ്പെടില്ല എന്ന് പറയുമ്പോൾ നമ്മളറിയാത്ത, പുറത്തേക്ക് വിടാത്ത, SITയിൽ നിന്നോ അതല്ലെങ്കിൽ കോടതിയിൽ നിന്നോ പുറത്തേക്ക് വരാത്ത
വിവരങ്ങൾ കോടതിക്ക് മുന്നിലുണ്ട്. SIT ഇതിനകം തന്നെ സമർപ്പിച്ചിട്ടുണ്ട് പ്രതികളുമായി ബന്ധപ്പെട്ട്, കുറ്റവാളികളുമായി ബന്ധപ്പെട്ട് എന്ന അനുമാനത്തിൽ എത്തിക്കൂടെ? അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ തെളിവ് ഈ മോഷണവുമായി ബന്ധപ്പെട്ട് കോടതിക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു എന്നതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ കോടതി അങ്ങനെ പറയുന്നത് എന്ന് കരുതിക്കൂടെ? രണ്ടാമത്തെ കാര്യം, അങ്ങീ പറഞ്ഞ ഈ ഫോറൻസിക് പരിശോധന, ഞാൻ മനസ്സിലാക്കുന്നത് ഈ ദേവസ്വം ഉദ്യോഗസ്ഥരുടെ കയ്യൊപ്പ്, ഈ പറയുന്ന പത്മകുമാറിന്റെ ഒപ്പാണല്ലോ പ്രധാനപ്പെട്ട കാര്യം, ഒപ്പും മാറ്റി എഴുതിയതും. അത് കൃത്യമായും ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സിലുള്ളതാണ്. അതിന്റെ ഒരു ഫോറൻസിക് പരിശോധനയുടെ ആവശ്യമില്ല എന്ന് കൂടി കേൾക്കുന്നു. അങ്ങ് ഇപ്പോൾ പറയുന്ന പത്രവാർത്തയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഞാൻ മനസ്സിലാക്കിയത് ആ ഫോറൻസിക് പരിശോധനയുടെ ആവശ്യമില്ല എന്ന് തന്നെയാണ്. അതായത് ഇതിനകം അത് തെളിവാണ്, ആ തെളിവിൽ ഒരു സംശയവുമില്ല. ആ ഒപ്പ് മായ്ച്ചു കഴിഞ്ഞ് മാറ്റി എഴുതിയത് എല്ലാം തന്നെ അത് പത്മകുമാറാണ് എന്നതിന്റെ തെളിവ് കോടതിയുടെ പക്കലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി അങ്ങേക്ക് പറയാം. അല്ല സ്മൃതി, നമ്മളിപ്പോൾ കോടതിയെ അവിശ്വാസത്തിലെടുക്കുക ഒന്നുമല്ല ചെയ്യുന്നത്. നമ്മുടെ ചില സാമാന്യമായിട്ടുള്ള സംശയങ്ങൾ ചോദിക്കുകയാണ്. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ നമ്മളെല്ലാം പ്രതീക്ഷ അർപ്പിക്കുന്നത് പോലെ SIT കുറേ തെളിവുകൾ പുറത്തു വരാത്ത, അല്ലെങ്കിൽ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ചർച്ച ചെയ്യപ്പെടാത്ത, മാധ്യമങ്ങൾക്ക് വിവരങ്ങൾ ലഭിക്കാത്ത കുറേ തെളിവുകൾ കോടതിയുടെ മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. കോടതി അതിൽ വിശ്വാസം അർപ്പിച്ചിട്ടാണ് ഈ പ്രതികൾ ആരും രക്ഷപ്പെടില്ല എന്നുള്ള പ്രഖ്യാപനം നടത്തുന്നത്. നമ്മൾ അതിൽ വിശ്വസിക്കാം. പക്ഷേ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, അത്രയധികം ബലപ്പെട്ട തെളിവുകളുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇവർക്ക് ജാമ്യം കിട്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്, കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുന്നത്? അപ്പോൾ കിട്ടിയ തെളിവുകൾ ക്രോഡീകരിച്ച് കുറ്റപത്രം സമർപ്പിക്കാൻ എന്തുകൊണ്ട് വൈകലുണ്ടാകുന്നു? അപ്പോൾ അത് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ അതിലേക്കാണ് വരുന്നത്. എന്തുകൊണ്ട് തൊണ്ടിമുട്ടുതൽ കണ്ടെത്താൻ നമുക്ക് സാധിക്കുന്നില്ല? ഇത്രയും വ്യാപകമായി പല ഘട്ടത്തിലായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ എണ്ണം വർദ്ധിക്കുന്നു, അതിന് കോടതി അനുമതി കൊടുക്കുന്നു, പല ഉദ്യോഗസ്ഥരുടെ എണ്ണം കൂടുന്നു, അപ്പോൾ പലരെയും ചോദ്യം ചെയ്യുന്നു. അപ്പോൾ തൊണ്ടി മുതൽ കണ്ടെത്താൻ പോലും പറ്റാത്തത്ര സാഹചര്യം ഉണ്ടാകുമ്പോൾ രാഷ്ട്രീയമായിട്ട് ഇത് കേവലമായിട്ടുള്ള ഒരു കൊള്ള മാത്രമല്ല, ഒരു അമ്പലക്കൊള്ള മാത്രമല്ല, ഇതിൽ ഉന്നതരായിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ട സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ ഉന്നതരായിട്ടുള്ള നേതാക്കന്മാരടക്കം ജയിലിൽ പോയ ഒരു കേസാണ്. സ്വാഭാവികമായിട്ടും അവർക്ക് സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തേക്ക് വരുമ്പോൾ അത് സമൂഹത്തിന് നൽകുന്ന സന്ദേശം, അവർ വലിയ രീതിയിൽ പ്രചരണം നടത്താൻ മിടുക്കന്മാരുമാണ്. അവർ നൽകുന്ന സന്ദേശം എന്താ? തെളിവില്ല, കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിട്ടില്ല, തെളിവില്ലാത്തത് കൊണ്ടാണ്, വിവരങ്ങൾ ക്രോഡീകരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്, തൊണ്ടി മുതൽ കണ്ടെത്താൻ പറ്റാത്തത് കൊണ്ടാണ്, അതുകൊണ്ട് ഇവർ കുറ്റക്കാരല്ല എന്നുള്ള രാഷ്ട്രീയ പരിപ്രേക്ഷ്യത്തിന് സാഹചര്യം ഒരുക്കപ്പെടും. അത് ഉണ്ടായിക്കൂടാ എന്നുള്ളതാണ്. ആരുണ്ടാക്കും ജിൻഡോ? ഈ സ്വാഭാവിക ജാമ്യത്തിൽ പുറത്തിറങ്ങുന്നവരെല്ലാം നിരപരാധികളായി പുറത്തേക്കിറങ്ങി എന്ന് പറയാൻ ധൈര്യപ്പെടുന്ന ആരുണ്ട് ഇവിടെ? ഞാൻ ചോദിക്കട്ടെ സ്മൃതി, ഇപ്പോഴും നമ്മളെല്ലാം വിശ്വാസത്തിൽ എടുക്കുന്നു എന്ന് പറയുന്ന കോടതിയെ വിശ്വാസത്തിലെടുക്കുമ്പോൾ ആ കോടതി ഈ റിമാൻഡ് ചെയ്ത പത്മകുമാർ എന്ന ജില്ലാ കമ്മിറ്റി അംഗം ഒരേ സമയം ജില്ലാ കമ്മിറ്റി അംഗമായി തുടരുമ്പോൾ ജയിലിൽ തുടരുകയാണ്. എന്തിനാ? ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ കടത്തിയ കേസിലെ കുറ്റവാളിയായിട്ട് പ്രതി ചേർക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ആ പ്രതിക്ക് വേണ്ടി പോലും ഇപ്പോഴും അവർ പറയുന്നത് അന്വേഷണ റിപ്പോർട്ട് വരട്ടെ, കുറ്റപത്രം സമർപ്പിക്കപ്പെടട്ടെ എന്ന. അത് നൽകുന്ന സന്ദേശം എന്താ? ആ പാർട്ടി, സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി ഇപ്പോഴും വിശ്വസിക്കുന്നില്ല അവർ കുറ്റം ചെയ്തു എന്ന്. അപ്പോൾ അത് അവർ ജാമ്യം കിട്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവർക്ക് കുറേ കൂടി സൗകര്യപ്രദമായിട്ടുള്ള പ്രചരണത്തിനുള്ള സൗകര്യം കിട്ടുകയാണ്. അപ്പോൾ അത് നൽകുന്ന സന്ദേശം എന്താ? അപ്പോൾ ഇപ്പോൾ തന്നെ അവർ അത്തരത്തിലുള്ള പ്രചരണം തുടങ്ങി. അപ്പോൾ കോടതി റിമാൻഡ് ചെയ്ത SIT കുറ്റക്കാരെന്ന് കണ്ടെത്തി, പ്രതികളെന്ന് കണ്ടെത്തി അറസ്റ്റ് ചെയ്തിട്ടുള്ള CPMന്റെ ഉന്നത നേതാക്കന്മാർക്ക് സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായാൽ അവർക്ക് പ്രചരണത്തിലുള്ള സൗകര്യം ചെയ്ത് കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ശരി, ഞാൻ അഡ്വക്കേറ്റ് അരുൺകുമാറിലേക്ക് പോകുന്നു. അരുൺ, ഇപ്പോൾ കോടതിയുടെ പരാമർശം SIT നേരായ വഴിയിലാണ് പോകുന്നത്, ശരിയായ ദിശയിലാണ് പോകുന്നത്. SITയുടെ അന്വേഷണത്തിൽ കോടതിക്കൊരു സംശയവുമില്ല, ഞങ്ങൾ തന്നെ നിശ്ചയിച്ച, ഞങ്ങൾ തീരുമാനിച്ച ഉദ്യോഗസ്ഥരാണ് ഈ അന്വേഷണം നടത്തുന്നത് എന്നുള്ള വ്യക്തമായ നിലപാട് കോടതി പറയുമ്പോൾ അത് സർക്കാരിന് ആത്മവിശ്വാസം ഉയർത്തുന്നുണ്ട്. കാരണം സർക്കാർ നേരത്തെ പറഞ്ഞത് ഞങ്ങൾക്ക് SITയുമായി ബന്ധമില്ല, അത് കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്ന അന്വേഷണമാണ്, കോടതിയുടെ നിരീക്ഷണത്തിൽ ആ അന്വേഷണം അതിൻ്റെ വഴിക്ക് പോകട്ടെ എന്ന് പറയുമ്പോൾ ഇതൊരു വിജയമായി ചിലരെങ്കിലും പറയുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഈ കോടതിയുടെ പരാമർശത്തെ CPM എങ്ങനെയാണ് കാണുന്നത്? കേരളത്തിൻ്റെ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ വലിയ സമരം ആരംഭിച്ചപ്പോൾ തന്നെ മുഖ്യമന്ത്രി ഏറ്റവും ആദ്യം പറഞ്ഞ മറുപടി ഇതാണ്: ഈ സമരം ഹൈക്കോടതിക്കെതിരായിട്ടുള്ള സമരമാണ്. SITയെ നിശ്ചയിച്ചത് ഹൈക്കോടതിയാണ്. ഓരോ 2 ആഴ്ച കൂടുമ്പോഴും അന്വേഷണ റിപ്പോർട്ടുകൾ സീൽഡ് കവറിൽ സ്വീകരിച്ച് അത് പരിശോധിച്ച് അതുവരെ നടത്തുന്ന അന്വേഷണം കൃത്യമായി പരിശോധിച്ച് ഏതെല്ലാം മേഖലയിലേക്ക് ഇതിൻ്റെ അന്വേഷണം പോകണം എന്നതിനെക്കുറിച്ച് കൃത്യമായി നിർദ്ദേശം കൊടുക്കുന്ന ഹൈക്കോടതിയാണ്. അപ്പോൾ അത്തരത്തിൽ മോണിറ്റർ ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് SIT അന്വേഷിക്കേണ്ട എന്നോ മറ്റൊരു ഏജൻസി അന്വേഷിക്കണമെന്നോ മറ്റൊരു ഏജൻസിയെ നിശ്ചയിക്കാനോ സംസ്ഥാന ഗവൺമെൻറ് അധികാരമില്ല. അങ്ങനെ വേണമെന്ന് സംസ്ഥാന ഗവൺമെൻറ് ആവശ്യപ്പെട്ടാൽ തന്നെ അതൊരു കോടതി അലക്ഷ്യമായിട്ട് മാറും. കാരണം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ നടപടികളിൽ ഗവൺമെൻറ്റിന് ഇടപെടാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടത് ഗവൺമെൻറ്റിന് എതിരെ നടത്തുന്ന നിങ്ങൾ ഈ സമരം, നിയമസഭയിൽ നടത്തുന്ന സമരം, അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് എതിരായിട്ടുള്ള സമരമാണെന്ന് മുഖ്യമന്ത്രി ആദ്യ ദിവസം തന്നെ മറുപടി കൊടുത്തതാണ്. ക്രിമിനൽ കേസ് എന്ന് പറഞ്ഞാൽ
അത് രാഷ്ട്രീയമായ ഒരു പ്രതികരണമായിട്ടല്ലേ കാണാൻ പറ്റൂ അഡ്വക്കേറ്റ് അരുൺകുമാർ? കാരണം ഇതിപ്പോൾ നിങ്ങൾ സോണിയാഗാന്ധിയുടെ ചിത്രം ഉയർത്തുന്നു, അപ്പുറത്ത് മുൻ ദേവസ്വം മന്ത്രിയും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയും എതിരെയും ആരോപണം ഉയർത്തുകയാണ്. അത് രാഷ്ട്രീയമാണ്. അത് രാഷ്ട്രീയമാകുമ്പോൾ ഏത് കാലത്തെയാണ് 98-ൽ വിജയ് മല്യ കൊണ്ടുവന്ന സ്വർണം, ആ സ്വർണം പൂശിയ പാളികളുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. അത് ആരുടെ കാലത്താണ് എന്നുള്ള വിഷയം വരുമ്പോൾ അത് ഇടത് ഭരണകാലത്താണ് എന്നുള്ള വ്യക്തത വരുന്നു. ഇനി ആരൊക്കെയാണ് ജയിലിലുള്ളത് എന്ന് വരുമ്പോൾ അവർക്കും CPM ബന്ധമാണുള്ളത്. അപ്പോൾ സ്വാഭാവികമായും രാഷ്ട്രീയമായ ആരോപണം ഉയരും. അതിൽ മുൻ ദേവസ്വം മന്ത്രിയുമായി ബന്ധപ്പെട്ടും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയുമായി ബന്ധപ്പെട്ടുമുള്ള ആരോപണം രാഷ്ട്രീയമാണ്. അപ്പോൾ രാഷ്ട്രീയമായ മറുപടിക്ക് പകരം തിരിച്ച് സോണിയാഗാന്ധിയെ കാണാൻ പോയിട്ടില്ലേ എന്ന ചോദ്യം ഉയർത്തുമ്പോൾ ഇപ്പുറത്ത് അതിനുശേഷം മുഖ്യമന്ത്രിയെ കാണാനും പോറ്റി വന്നിട്ടില്ലേ എന്ന ചോദ്യമുണ്ടല്ലോ. അപ്പോൾ ഈ കൂടിക്കാഴ്ചകളാണോ പ്രധാനം, മോഷണമാണോ പ്രധാനം? ഒന്നുമല്ല പ്രധാനം. ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഇന്ന് പറഞ്ഞ കൃത്യമായ നിരീക്ഷണമാണ് പ്രധാനം. ഈ അന്വേഷണ ഏജൻസിയെ വച്ചത് ഞങ്ങളാണ് ഈ അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ഓരോ 2 ആഴ്ച കൂടുമ്പോഴും സീൽഡ് കവറിൽ നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഞങ്ങൾക്കാണ് തരുന്നത്. ഞങ്ങൾ മാത്രമേ അത് പരിശോധിച്ചിട്ടുള്ളൂ. ഒരു മാധ്യമങ്ങളോ പുറത്തു മറ്റാരും ഈ നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് കണ്ടിട്ടില്ല. ഞങ്ങൾ ഇതിൽ പൂർണ്ണ തൃപ്തരാണ്. ഒരു പ്രതിയും രക്ഷപ്പെടാൻ പോകുന്നില്ല. 90 ദിവസം കൊണ്ട് അന്വേഷണം റിപ്പോർട്ട് കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു വലിയ കേസിൽ സാങ്കേതിക മികവ് കൊണ്ട് അന്വേഷിക്കേണ്ട കേസിൽ ഒരു കുഴപ്പവുമില്ല. കൃത്യമായി ജാമ്യം കിട്ടി എന്ന് വെച്ച് അവർ രക്ഷപ്പെട്ടു പോവുകയല്ല. അവരെ മാതൃകാപരമായി മുഴുവൻ കുറ്റവാളികളെയും ശിക്ഷിക്കുക, ആ ശിക്ഷ ഉറപ്പുവരുത്തുക എന്നതാണ് അന്വേഷണ ഏജൻസിയുടെയും കോടതിയുടെയും ഉത്തരവാദിത്വം. ജാമ്യം കിട്ടുന്ന ആളുകൾ നിരുപാധിക ജാമ്യമല്ല, കണ്ടീഷണൽ ബെയിലാണ്. അവർ കൃത്യമായി അന്വേഷണ ഏജൻസിക്ക് മുന്നിൽ ഓരോ ആഴ്ചയും ഹാജരാവണം, പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം, വലിയ ബോണ്ടുകൾ വെക്കണം. അതുപോലെ തന്നെ മറ്റു കുറ്റകൃത്യങ്ങളിൽ പെടാൻ പാടില്ല. ഏത് സമയത്ത് അന്വേഷണ ഏജൻസി വിളിച്ചാലും അവർ അന്വേഷണമായിട്ട് സഹകരിക്കണം. അങ്ങനെ കണ്ടീഷണൽ ബെയിലാണ്. അത് ഇന്ത്യയുടെ പാർലമെന്റ് പാസാക്കിയ നിയമപ്രകാരമുള്ള ബെയിലാണ്. ഏതെങ്കിലും തരത്തിൽ തട്ടിക്കൂട്ടി റിപ്പോർട്ട് കൊണ്ടുപോയി കൊടുത്താൽ, കുറ്റപത്രം കൊടുത്താൽ, ആ കുറ്റപത്രത്തിൽ പഴുതുകൾ ഉണ്ടെങ്കിൽ ആ കുറ്റപത്രത്തിനാണ് പ്രതികൾ മറുപടി കൊടുക്കേണ്ടത്. അവരെല്ലാം രക്ഷപ്പെട്ടു പോകും. അതുകൊണ്ട് ഒരു പ്രതിയും ശിക്ഷിക്കപ്പെടാത്ത സാഹചര്യം ഉറപ്പുവരുത്തുക എന്നതാണ് അന്വേഷണ ഏജൻസിയുടെ ലക്ഷ്യം. അതാണ് ഞങ്ങൾ ഉറപ്പുവരുത്തുന്നത്. അതാണ് മറ്റൊരു കേസിലും സംഭവിക്കാത്തതുപോലെ 15 ദിവസത്തിനിടയിൽ ഓരോ അന്വേഷണത്തിന്റെ റിപ്പോർട്ടും ഞങ്ങൾ പരിശോധിച്ച് മോണിറ്ററിംഗ് നടത്തുന്നത്. ഇന്ന മേഖലകളിലേക്ക് അന്വേഷണം പോകണം എന്ന് ഞങ്ങൾ നിർദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. മറ്റൊരു ഏജൻസി അന്വേഷിച്ചാൽ ഇപ്പോൾ ശരിയാകില്ല. ഈ അന്വേഷണ ഏജൻസിയെ കൃത്യമായിട്ടുള്ള ശരിയും സത്യസന്ധവും സുതാര്യമായിട്ടുള്ള അന്വേഷണം നടത്താൻ അനുവദിക്കുകയാണ് വേണ്ടത് എന്ന് കൃത്യമായി ഇന്ന് ഡിവിഷൻ ബെഞ്ച് അഭിപ്രായപ്പെട്ടത്. അതുകൊണ്ട് എന്ത് ആരോപണമായിക്കോട്ടെ, ഇവരെ എന്ത് പൊളിറ്റിക്കൽ ആരോപണം ഉന്നയിച്ചോട്ടെ, ഈ അന്വേഷണ ഏജൻസിയെ അട്ടിമറിക്കാൻ, അന്വേഷണം പൂർത്തീകരിക്കാതിരിക്കാൻ, തട്ടിക്കൂട്ടി കുറ്റപത്രം കൊടുത്ത് പഴുതുകൾ ഉണ്ടാക്കാൻ, ആ പഴുതുകളുടെ പേരിൽ പലർക്കും രക്ഷപ്പെടാനുള്ള സാഹചര്യം ഒരുക്കാൻ ആര് ശ്രമിച്ചാലും അതിനെ അനുവദിക്കില്ല എന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത്. ഇത് തന്നെയാണ് മുഖ്യമന്ത്രിയും പറഞ്ഞത്. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ അന്വേഷണത്തിൽ ഇടപെടില്ല. അന്വേഷണത്തിന്റെ വഴിക്ക് പോകട്ടെ. ഒരാളെ പോലും സഹായിക്കുന്ന നിലപാട് ഗവൺമെന്റ് സ്വീകരിക്കില്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും മൂർധന്യ അവസ്ഥയിലാണ് ഇവിടെ പത്മകുമാറിനെയും വാസുവിനെയും അറസ്റ്റ് ചെയ്തത്. ഒരു ഗവൺമെന്റ് എന്ന രൂപത്തിൽ ഏതെങ്കിലും തരത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയുമായിരുന്നെങ്കിൽ ആ ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഏതെങ്കിലും തരത്തിൽ ഇടപെടൽ നടത്താമായിരുന്നല്ലോ. ഒന്നും നടത്തിയില്ല. അന്വേഷണത്തിന്റെ വഴിക്ക് പോകട്ടെ. ഇവിടെ നുണ പ്രചരിപ്പിച്ച് അന്വേഷണ ഏജൻസികളെ വെല്ലുവിളിച്ച് അതിന് നേതൃത്വം കൊടുക്കുന്നവരെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താൻ UDFന്റെ നേതൃത്വത്തിൽ നടന്ന ശ്രമത്തെയാണ് ഇന്ന് ഹൈക്കോടതി മിണ്ടരുത് എന്ന് പറയുന്ന നിങ്ങൾക്കും പൂർണ്ണ വിശ്വാസമെങ്കിൽ SIT ഇപ്പോൾ പ്രതിപട്ടികയിലേക്ക് ചേർത്തിരിക്കുന്ന പത്മകുമാർ പാർട്ടിയിൽ തുടരുന്നത് എന്താണ് എന്ന ചോദ്യം നിങ്ങളെ തിരിഞ്ഞു കുത്തുന്നുണ്ട്. യഥാർത്ഥത്തിൽ അതിലൊരു തീരുമാനം എടുത്താൽ തന്നെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പ്രതിരോധത്തിലാവുന്ന സാഹചര്യം ഇല്ലാതെയാകുമെന്നുള്ളതാണ്. പ്രധാനപ്പെട്ട നിലപാടെടുക്കേണ്ടത് ആ വിഷയത്തിലായിരുന്നു. പക്ഷേ പത്മകുമാർ ഇപ്പോഴും ജില്ലാ കമ്മിറ്റി അംഗമായി തുടരുകയാണല്ലോ അഡ്വക്കേറ്റ് KS അരുൺകുമാർ. ഇത് കുറെ 3 മാസമായി നിങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണ്. 3 മാസമായിട്ട് ഞങ്ങൾ അഭിപ്രായം പറയുന്നതാണ്. CPMന്റെ സംസ്ഥാന സെക്രട്ടറി വളരെ കൃത്യമായി ഈ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പാർട്ടിയുടെ രീതി അനുസരിച്ച് കൃത്യമായി ഇതിൽ തെറ്റു ചെയ്തിട്ടുണ്ടോ, ഏതെങ്കിലും ഒരു മിസ്റ്റേക്ക് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടോ, അദ്ദേഹം സ്വർണം കട്ടുവെന്നോ അല്ലെങ്കിൽ ചെമ്പുപാളി പുറത്തേക്ക് കൊണ്ടുപോയെന്നോ വിറ്റുവെന്നോ അല്ലെങ്കിൽ തൊണ്ടി മുതൽ നശിപ്പിച്ചുവെന്നോ ഒരാരോപണമില്ല. ജീവനക്കാർ കൊണ്ടുവന്ന രേഖ വേണ്ടത്ര സൂക്ഷ്മതയോടെ പരിശോധിക്കാതെ ഒപ്പിട്ടു എന്നതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള അലിഗേഷൻസ് വരട്ടെ, കൃത്യമായി അതിന്റെ രേഖകൾ വരട്ടെ, മാതൃകാപരമായ നടപടി സ്വീകരിക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊന്നുമല്ലല്ലോ ഇപ്പൊ വിഷയം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിന്റെ നിയമസഭയിലെ ബജറ്റ് ചർച്ച വരെ തടസ്സപ്പെടുത്തി ദിവസങ്ങളായി ദുരാരോപണം ഉന്നയിച്ച് ആ നിയമസഭയെ തന്നെ സ്തംഭിപ്പിക്കുന്ന സാഹചര്യം,
ആ സാഹചര്യത്തെയാണ് ഇന്ന് ഹൈക്കോടതി കൃത്യമായിട്ട് മറുപടി കൊടുത്തിരിക്കുന്നത്. ഹൈക്കോടതി അതിലേക്കൊക്കെ കടന്നിട്ടുണ്ടോ? ഹൈക്കോടതി SIT-യുമായി ബന്ധപ്പെട്ട് കോടതി ഞങ്ങൾ നിയോഗിച്ച ഉദ്യോഗസ്ഥരാണ് ഇവിടെ അന്വേഷിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്. അവിടെ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ചെന്ന ഹർജിക്കാരോടാണ്. ആ ഹർജി ആരാണ് കൊടുത്തത്? BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, VHP, തന്ത്രി സമാജം. ഇപ്പോൾ അതാ VHP പ്രതിനിധി നമ്മോടൊപ്പം ഉണ്ട്, അഡ്വക്കേറ്റ് അനിൽ വിളയിൽ. നിസ്സാര കാര്യം പറഞ്ഞ് ഈ കോടതിയിലേക്ക് ഇനി വരേണ്ടതില്ല എന്നാണ് നിങ്ങളടക്കമുള്ളവരോട് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത്. ഈ അന്വേഷണം ഞങ്ങളുടെ മേൽനോട്ടത്തിലാണ്, ഞങ്ങൾക്കറിയാം ഈ അന്വേഷണം എങ്ങനെയാണ് നീങ്ങുന്നതെന്ന്. നിങ്ങൾക്ക് ഈ CBIക്ക് വിടാനുള്ള തിടുക്കം എന്തായിരുന്നു? എന്താണ് ഇങ്ങനെ ഒരു ഹർജിക്ക് പിന്നിൽ, അഡ്വക്കേറ്റ് അനിൽ വിളയിൽ? ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് ഇതൊരു നിസ്സാര സംഭവമായി തോന്നി എന്നുള്ളതിൽ ഞങ്ങളുടെ ദുഃഖം രേഖപ്പെടുത്തുകയാണ്. അങ്ങനെ എവിടെയാണ് കോടതി പറഞ്ഞത്? നിസ്സാര സംഭവം എന്ന് കോടതി പറഞ്ഞോ? നിസ്സാര ഹർജിയുമായി വരരുതെന്നാണ് പറഞ്ഞത്. അതാ പറഞ്ഞ നിസ്സാര ഹർജിയായിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഏത് രീതിയിലാണ് അതിനെ കണ്ടതെന്ന് ഞങ്ങൾക്കറിയില്ല. കാരണം ഇത് നിസ്സാരമായ ഹർജി അല്ല എന്ന് ബഹുമാനപ്പെട്ട ജിൻഡോ ജോണും CPM-ന്റെ പ്രതിനിധി പോലെ ഇവിടെ സംസാരിച്ചപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. കാരണം ഇത് കേരളത്തിനകത്തു മാത്രം ഒതുങ്ങി നിൽക്കുന്നതോ SIT പോലെയുള്ള കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള ഒരു അന്വേഷണ ഏജൻസിക്ക് നടത്തിക്കൊണ്ടുപോകാനോ പ്രയാസമുള്ള ഒരു കേസാണ് എന്നുള്ളത് പൊതുസമൂഹത്തിലെ എല്ലാവരും, ഇപ്പൊ കോൺഗ്രസിന്റെ ജിൻഡോ ജോൺ ഉൾപ്പെടെയുള്ളവർ സമ്മതിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഇത് കേരളത്തിന്റെ 4 അതിരുകൾക്കകത്ത് മാത്രം നിൽക്കുന്ന കേസല്ല, ഇതിന് അന്തർ സംസ്ഥാന ബന്ധങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണെന്ന് പറഞ്ഞത് ഇതിനകത്ത് എന്താണ്? സുഭാഷ് ഗുപ്ത എന്ന് പറയുന്ന ഒരു അന്തർദേശീയ വിഗ്രഹക്കടത്ത് ലോബിയുമായി ബന്ധപ്പെട്ട ആളിനെ പോലും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ കേസുമായി വലിച്ചിഴച്ചത് ആദ്യം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ്. കോടതി തന്നെ പറഞ്ഞ കാര്യമാണല്ലോ അഡ്വക്കേറ്റ് അനിൽ വിളയിൽ. കോടതി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കണ്ണികൾ ചേർത്ത് കൊണ്ടുവരേണ്ടതുണ്ട്. കണ്ണികൾ വിളക്കി ചേർത്ത് വേണം ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പോൾ പല കണ്ണികളായി ഇപ്പോൾ SIT അത് ചേർത്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് അത് എടുത്തുകൊണ്ട് CBIക്ക് കൂടെ കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് കോടതി മനസ്സിലാക്കുന്നത്. കോടതി എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയുന്നതിലപ്പുറമുള്ള വിവരങ്ങൾ കോടതിക്ക് മുന്നിലേക്ക് എത്തുന്നുണ്ട്. ശ്രീ അനിൽ വിളയിൽ, ഈ CBI അന്വേഷണം എന്ന ആവശ്യം കൃത്യമായ രാഷ്ട്രീയമല്ലേ? നമ്മൾ അറിയുന്നതിനേക്കാൾ കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ 3 ജഡ്ജിമാരാണ്. ദേവസ്വം ബെഞ്ചിലെ 2 ജഡ്ജിമാരും ഈ കേസുമായി ബന്ധപ്പെട്ട ജാമ്യം പരിഗണിക്കുന്ന ജസ്റ്റിസ് ബദറുദ്ദീന്റെ ബെഞ്ചുമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിയുന്നത്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, ഈ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിഗണിക്കുന്ന ജസ്റ്റിസ് ബദറുദ്ദീന്റെ ഭാഗത്തു നിന്നും കൃത്യമായ വിമർശനം എല്ലാ ദിവസങ്ങളിലും SIT നേരിടുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ അന്വേഷണത്തിലെ പാളിച്ചകൾ അദ്ദേഹത്തിന് ബോധ്യപ്പെടുന്നുണ്ട്. ഡിവിഷൻ ബെഞ്ചിന് എപ്രകാരമാണ് തോന്നുന്നത് എനിക്കറിയപ്പറ്റി പറയാൻ സാധിക്കില്ല. കാരണം ഈ കേസിനകത്തെ രാഷ്ട്രീയ ബന്ധങ്ങളെ പറ്റി നോക്കുമ്പോൾ ഈ SIT എന്ന് പറയുന്ന കടലിനും ചെകുത്താനും ഇടയിൽപ്പെട്ട ഒരു അവസ്ഥയിൽ കൂടെയാണ് ഈ അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഹൈക്കോടതി എന്ന് പറയുന്ന കടലും അല്ലെങ്കിൽ ഭരണപക്ഷ ആഭ്യന്തര വകുപ്പ് എന്ന് പറയുന്ന ചെകുത്താനും ഇടയിൽപ്പെട്ട അവർ വലയുകയാണ്. നമ്മൾ ഈ കേസിന്റെ നാൾവഴികൾ പരിശോധിക്കുമ്പോൾ CPIM-ന്റെ പ്രതിനിധി സംസാരിക്കുകയുണ്ടായി. ഈ കേസിന്റെ തുടക്കത്തിൽ തന്നെ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ പാർട്ടിയിൽ നിന്ന് പത്മകുമാറിനെ മാറ്റുന്നില്ല എന്നുള്ള ചോദ്യം MV ഗോവിന്ദൻ മാസ്റ്ററോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, അന്വേഷണം നടക്കട്ടെ, കുറ്റപത്രം കൊടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ ഏതെങ്കിലും ആരോപണം ഉണ്ടെങ്കിൽ ഞങ്ങൾ അതിന്മേൽ തീരുമാനം എടുത്തുകൊള്ളാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നോക്കൂ, പയ്യന്നൂരിലെ നമ്മുടെ റിപ്പോർട്ടർ ചാനലിൽ തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, കുഞ്ഞിക്കണ്ണൻ എന്ന് പറയുന്ന ആള് ഒരു മോഷണത്തിനെ പറ്റി ആരോപണം നടത്തിയതിന് പാർട്ടിക്ക് പുറത്തായി. പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാരനായി 90 ദിവസമായി റിമാൻഡിൽ കിടക്കുന്ന പത്മകുമാറിനെ നാളിതുവരെയായിട്ടും CPM എന്ന് പറഞ്ഞ പ്രസ്ഥാനം സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഇടക്കാല ഒരു കുറ്റപത്രം ബഹുമാനപ്പെട്ട കോടതിയിൽ സമർപ്പിക്കുന്ന CPM-നെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടാണ്. കാരണം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും ഇതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ആറി തണുക്കണം. ഇതോടുകൂടി ഈ കേസിന്റെ അന്വേഷണം മുകൾ തലങ്ങളിലേക്ക് പോകരുത് അങ്ങൊരു അഭിഭാഷകനാണല്ലോ. ഈ കുറ്റപത്രം സമർപ്പിക്കാൻ ഈ മോഷണ മുതൽ കണ്ടെത്തണ്ടേ? തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. കേരളത്തിൽ അത് കിട്ടിയിട്ടില്ല എന്നുള്ളത് അങ്ങേക്കും അറിയാമല്ലോ. ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിനകത്ത് ഏകദേശം 4-4.25 കിലോ സ്വർണം നഷ്ടമുണ്ടായെന്നാണ് പ്രാഥമികമായ അന്വേഷണത്തിൽ. അതിനകത്ത് ഏകദേശം 400 ചില്ലാനം ഗ്രാം സ്വർണം നാളിതുവരെ റിക്കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കേസിനേക്കാൾ പ്രമാദവും ഇതേ കേസിനേക്കാൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കേസായിരുന്നു സിനിമാ നടൻ ദിലീപുമായി ബന്ധപ്പെട്ടൊരു കേസുണ്ടായിരുന്നു. ആ കേസും സമാന സാഹചര്യത്തിൽ ധാരാളം കോംപ്ലിക്കേഷൻ, ഭാരതവും ലോകവും കണ്ടിട്ടില്ലാത്ത കൊട്ടേഷൻ കൊടുത്തുകൊണ്ട് സ്ത്രീപീഡനം നടന്ന കേസിൽ യഥാസമയങ്ങളിൽ ഓരോ സമയത്ത് കൃത്യമായ ഇടവേളകളിൽ
മുകളിൽ ഇടക്കാല കുറ്റപത്രങ്ങൾ സമർപ്പിച്ചിരുന്ന ഒരു സാഹചര്യവും കേരളം കണ്ടിട്ടുണ്ട്. ഈ കേസിനകത്തും ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് 440 ഗ്രാം സ്വർണം പിടിച്ചെടുത്തിട്ടുണ്ട്, തുടങ്ങി വ്യാജമായ രേഖകളുണ്ട്, മഹസറിനകത്ത് കൃത്രിമമുണ്ട്, തുടങ്ങിയ കാര്യങ്ങളൊക്കെ SITക്ക് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ ഒരു ഇടക്കാല ഒരു കുറ്റപത്രം സമർപ്പിക്കുന്നതിന് വലിയ പരിമിതികളൊന്നും SITയെ സംബന്ധിച്ചുകൊണ്ട് ഇല്ല എന്നുള്ളതാണ് ഈ കേസിന്റെ നാൾവഴികളും. ഈ കേസിനകത്ത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ OP ഫയൽ ചെയ്തിരിക്കുന്നത് വിശ്വ ഹിന്ദു പരിഷത്തിന് വേണ്ടി ഞാനാണ്. ഞാൻ ഈ കേസുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം കളക്ട് ചെയ്യുന്ന ഒരാളാണ്, പഠിക്കുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും SITയെ സംബന്ധിച്ചിടത്തോളം അവർ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പോലീസ് ഹൈക്കോടതി നിയമിച്ചതൊക്കെ ആയിരിക്കാം. അതാണ് ഞാൻ പറഞ്ഞത്, ചെകുത്താനും കടലിനും ഇടയിൽ തന്നെയാണ് അവര്. നിരീക്ഷണത്തിലാണ്, ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ് ഈ അന്വേഷണം. നിരീക്ഷണം ആയിക്കൊള്ളട്ടെ, എന്ത് നിരീക്ഷണമാണ് ഇവർ. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, ഇതിനേക്കാൾ പ്രമാദമായിട്ടുള്ള അയോധ്യ കേസ് പോലും ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് നടന്നിട്ടില്ല. പൊതുസമൂഹത്തിൽ ഈ കേസിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റി യാതൊരു ബോധ്യവുമില്ല. ഹൈക്കോടതി എന്തോ റിപ്പോർട്ടുകൾ എല്ലാ ദിവസവും തയ്യാറാക്കുന്നു, ഇവർ നേരിട്ട് പോയി സംസാരിക്കുന്നു, അത് നിങ്ങളിൽ കൂടെ കുറച്ച് വിവരങ്ങൾ പുറത്തു വരുന്നു, ഈ റിപ്പോർട്ടുകൾ ഞങ്ങൾ കാണുന്നു. അതിനുപരിയായിട്ട് എന്താണ് നടക്കുന്നതെന്നും എങ്ങനെയാണ് നടക്കുന്നതിനെ പറ്റി ഒരു രൂപവുമില്ല. പക്ഷെ ഓപ്പൺ കോടതിയിൽ നടക്കുന്ന ആ സിംഗിൾ ജഡ്ജി ബദറുദ്ദീന്റെ ബെഞ്ചിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റി വ്യക്തമായ, അത് ഇൻ ക്യാമറ അല്ലാത്തതുകൊണ്ട് അവിടെ നടക്കുന്ന സംഭവങ്ങളും അവിടെ നടക്കുന്ന പരാമർശങ്ങളും പൊതുസമൂഹത്തിന് മനസ്സിലാകുന്നുണ്ട്. ആ മനസ്സിലാക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ SITയെ സംബന്ധിച്ചിടത്തോളം അവർ ഈ കേസിലെ അന്വേഷണത്തിൽ ഗുരുതരമായ വീഴ്ചകൾ നടത്തുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോഴാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്, ഇത് കേരള പോലീസിന് അന്വേഷിക്കാൻ ഒക്കില്ല. ഇതിനെ ബാംഗ്ലൂരിലും മദ്രാസിലും ഭാരതത്തിന് വെളിയിൽ പോലും ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് CBI പോലെയുള്ള ഒരു അന്വേഷണ ഏജൻസി ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഏറ്റെടുക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള നിസ്സാരമായ ഹർജി എന്ന് പറഞ്ഞതിനെ പറ്റി ഞങ്ങൾക്കറിയില്ല. കാരണം ഇത് നിസ്സാരമല്ല, ഇത് ഹൈന്ദവ സമൂഹത്തിനാണ് നഷ്ടമുണ്ടായിട്ടുള്ളത്, വേറെ ആർക്കുമല്ല. ഈ അയ്യപ്പ ഭഗവാന്റെ സ്വത്ത് മോഷ്ടിച്ചതിനകത്ത് രണ്ടു കൂട്ടർക്കും പ്രധാനപ്പെട്ട പങ്കുണ്ട്. ഇവരെ ആരാണ് ശബരിമലയിൽ കയറ്റിയത് എന്ന് ചോദിക്കും. കോൺഗ്രസ് ചോദിച്ചിട്ട് അവർ പറയുന്ന ഉത്തരം LDF എന്ന് പറയും. LDF ആ പാരഡി പാടിയിട്ട് പറയുന്ന ഉത്തരം കോൺഗ്രസ് എന്ന് പറയും. ഇവര് തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇതിനകത്തുണ്ട്. കാരണം ഇത് സോണിയാ ഗാന്ധിയിലേക്കും അടൂർ പ്രകാശിലേക്കും തുടങ്ങിയ ആ രീതികളിലേക്ക് ഇതിന്റെ അന്വേഷണം പോകരുത്. നിയമസഭാ രേഖകൾ കിടക്കുകയാണ്. സോണിയാ ഗാന്ധിയെ പോലും കേരള നിയമസഭയിൽ ഈ കേസുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പരാമർശം നടത്തിയിരിക്കുന്ന മന്ത്രിമാരാണ്. അവർക്കറിയാമല്ലോ. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് സുഭാഷ് ഗുപ്തയെ പറ്റി ഹൈക്കോടതിയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു അപൂർവമായ സാഹചര്യത്തില് ഈ കേസ് CBI പോലുള്ള ഒരു അന്വേഷണ ഏജൻസി അന്വേഷിക്കുക തന്നെ വേണം. ഇടക്കാല കുറ്റപത്രം കൊടുത്തില്ല എങ്കിൽ ഉണ്ടാകുന്ന ഒരു അപകടം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതുവരെ 3 പേര് പുറത്തിറങ്ങിക്കഴിഞ്ഞു. ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങും. ഇനിയും അന്വേഷണത്തിന്റെ ഭാഗമായി അറസ്റ്റ് ചെയ്യുമെന്നും അന്വേഷണത്തിന്റെ ഭാഗമായി ചോദ്യം ചെയ്യപ്പെടുമെന്നും നമ്മൾ കരുതുന്ന ഈ കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുണ്ട്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങി കഴിയുമ്പോൾ ഇവർക്കൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി ബന്ധപ്പെടാൻ സാധിക്കും. എന്തൊക്കെയാണ് നിങ്ങളോട് ചോദിച്ചത്, ഞങ്ങൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ തുടങ്ങിയ ഒരു ആലോചന നടത്താനുള്ള ഒരു അവസരം കൂടി ഈ ജാമ്യത്തിൽ കൂടി ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു അപൂർവ സാഹചര്യമുണ്ട്. പുറത്തിറങ്ങുന്നവരും ഇനി അകത്ത് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നവരും തമ്മിലുള്ള യോഗം കൂടി കേസ് അട്ടിമറിക്കും എന്നുള്ളത് പൊതുസമൂഹം കരുതുന്നു. അതുകൊണ്ട് ഉടൻ തന്നെ ഈ കേസിനകത്ത് ഒരു ഇടക്കാല ഒരു കുറ്റപത്രം സമർപ്പിച്ചില്ല എങ്കിൽ ഈ കേസ് അടപടലും ഇതോടുകൂടി മാർച്ച് ആദ്യവാരം കുറ്റപത്രം സമർപ്പിക്കപ്പെടുമെന്നാണ് നമ്മളിപ്പോൾ അറിയുന്നത്. ഏതായാലും ശ്രീ മധു മണിമല, ഇപ്പോൾ SITയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന പരാമർശങ്ങൾ അതിനെ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ പ്രതികൾ സ്വാഭാവിക ജാമ്യം കിട്ടിക്കൊണ്ട് പുറത്തേക്കിറങ്ങുന്നു. പോറ്റിയുടെ ജാമ്യവും നാളെ കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. പുറത്തേക്കിറങ്ങും എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പാണ്. പക്ഷെ പുറത്തിറങ്ങിയാലും കുറ്റവാളികൾ രക്ഷപ്പെടില്ല എന്ന് കോടതി പറയുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണോ? ഇന്നലെ ഞാനും പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ശ്രീ TK രാജഗോപാൽ സാറും ഇവിടെ പങ്കുവച്ച കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ശരിയാണെന്ന് ഇന്നത്തെ ഹൈക്കോടതി വിധിയിലൂടെ പുറത്തു വന്നിരിക്കുകയാണ്. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായ ഒരു വർഷമാണിത്. ഈ 2026. 1951 മെയ് മാസം 18-ാം തീയതിയാണ് ശബരിമല ക്ഷേത്രം തീവച്ച് നശിപ്പിക്കപ്പെട്ടതിന് ശേഷം കണ്ഠരർ ശങ്കരർ ശബരിമലയിൽ പുനഃപ്രതിഷ്ഠ നടത്തിയത്. ആ പുനഃപ്രതിഷ്ഠയുടെ 75-ാമത്തെ വാർഷികമാണ് 2026 മെയ് മാസം 18-ാം തീയതി. ഈ ശബരിമല ക്ഷേത്രത്തിൻ്റെ 75-ാമത്തെ വാർഷികത്തിലാണ് ഈ നടക്കുന്ന സംഭവ വികാസങ്ങളെല്ലാം തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച 3 പ്രധാനപ്പെട്ട ആൾക്കാർ, 3 പേരോട് എനിക്ക് ഏറെ സ്നേഹവും ബഹുമാനവും ഉണ്ട്. അവർ ഓരോരുത്തരും ഓരോ രാഷ്ട്രീയ പാർട്ടികളെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെ പ്രതിനിധീകരിക്കുകയാണ്. അവരിവിടെ പറയുന്ന അഭിപ്രായങ്ങൾ അവരുടെ അഭിപ്രായമാണോ, അവർ പ്രതിനിധീകരിക്കുന്ന കക്ഷികളുടെ അഭിപ്രായമാണോ എന്ന് എനിക്കറിയത്തില്ല.
എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുപോലെയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയോടും പ്രത്യേക ആഭിമുഖ്യമോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് പ്രത്യേക വിരോധമോ എനിക്കില്ല. ഞാനൊരു ഭക്തനാണ്. അയ്യപ്പ ഭക്തൻ എന്ന നിലയിൽ അയ്യപ്പ ഭക്തരെ പ്രതിനിധീകരിച്ച് മാത്രമാണ് ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഈ SITയുടെ അന്വേഷണത്തിൽ അല്ലെ ഹൈക്കോടതിയുടെ നിഗമനത്തിൽ ഹൈക്കോടതിയോടും SITയോടും ഒപ്പം അന്ന് മുതൽ ഇന്ന് വരെ നിലയുറപ്പിച്ചൊരു വ്യക്തിയാണ് ഞാൻ. ഈ കേസ് ആരൊക്കെ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാലും അല്ല ആരൊക്കെ പുറത്തിറങ്ങിയ സ്വാഭാവിക ജാമ്യം ലഭിച്ച് ആരൊക്കെ പുറത്തിറങ്ങിയെന്ന് പറഞ്ഞാലും ഒറ്റ കുറ്റവാളി പോലും രക്ഷപ്പെടുകയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇവിടെ ഓരോരുത്തരും പറഞ്ഞു SITയിലുള്ള ആരോപണം പറഞ്ഞു. കാരണം അവർക്കുള്ള പരിമിതികൾ എന്താണെന്ന് ഈ പറയുന്നവരാരും തന്നെ മനസ്സിലാക്കുന്നില്ല. ഇഞ്ചക്കൽ പോയി ആ SITയുടെ സംവിധാനങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം മനസ്സിലാക്കുക. അവർക്കുള്ള പരിമിതികളെക്കുറിച്ച് മനസ്സിലാക്കുക. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഏറ്റവും നല്ല ടീമിനെ നോക്കിയാണ് SITയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആ SITയെ രൂപീകരിച്ചതിന് ശേഷം അവർക്കൊരു ഓഫീസ് സംവിധാനമോ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് മറ്റുള്ള സൗകര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഉള്ള പരിമിതികളിൽ നിന്നുകൊണ്ടാണ് ഇവർ ഈ അന്വേഷണം പൂർത്തിയാക്കുന്നത്. ഇതിനോടകം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് 200ഓളം പേരെ ചോദ്യം ചെയ്ത് അവരുടെ മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കുറഞ്ഞ സമയപരിധിക്കുള്ളിലാണ്. ഓരോരുത്തർ പറയുന്ന കാര്യങ്ങളും ശരിയാണോ തെറ്റാണെന്ന് അവർ അന്വേഷിച്ച് വേണം കണ്ടെത്താൻ. അന്വേഷിച്ച് കണ്ടെത്താൻ സമയമെടുക്കും. അന്വേഷിച്ച് കണ്ടെത്തി ഓരോ തെളിവുകളും കൂട്ടി യോജിപ്പിച്ചിട്ട് വേണം കുറ്റപത്രം തയ്യാറാക്കി കോടതിയിൽ സമർപ്പിക്കാൻ. അതിനുള്ള സമയപരിധിയാണ് എടുക്കുന്നത്. ഇപ്പോൾ സർക്കാരിൻ്റെ നിയന്ത്രണം ഉണ്ട്, ഇല്ല സർക്കാരിൻ്റെ സമ്മർദ്ദം ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഞാൻ തുറന്നു പറയുകയാണ്. SITയുടെ SP എന്ന് പറയുന്നയാൾ ശശിധരൻ സാറാണ്. അദ്ദേഹം തൃശ്ശൂരിൽ മുൻ IG S ഗോപിനാഥ് സാറിൻ്റെ സബോർഡിനേറ്റായിട്ട് DYSP ആയിട്ട് പ്രവർത്തിച്ച ആളാണ്. അദ്ദേഹം പറഞ്ഞു യാതൊരു കാരണവശാലും ഒരാൾക്കും സ്വാധീനിക്കാൻ കഴിയുന്ന വ്യക്തിയല്ല, ആരുടെയും സമ്മർദ്ദത്തിനോ പ്രലോഭനത്തിനോ വഴങ്ങുന്ന വ്യക്തിയല്ല. ഏറ്റെടുക്കുന്ന ജോലി എന്തായാലും കൃത്യമായിട്ട് ആ അന്വേഷണം മികവ് പുലർത്തി തന്നെ ആ കേസ് അദ്ദേഹം അവസാനിപ്പിക്കും. അത്രയ്ക്ക് മികച്ച ട്രാക്ക് റെക്കോർഡുള്ള ഒരാളാണ് SITയുടെ SP. ഞാൻ അദ്ദേഹത്തെ പോയി കണ്ട് എനിക്ക് കിട്ടിയ വിവരങ്ങൾ അല്ലെങ്കിൽ എനിക്ക് ശേഖരിക്കാൻ കഴിഞ്ഞ വിവരങ്ങൾ എനിക്ക് പരിചയമുള്ള സാക്ഷികളെ ഒക്കെ ഞാൻ അവിടെ കൊടുത്തതാണ്. അവരതേക്കുറിച്ചെല്ലാം വിശദമായിട്ട് അന്വേഷണം നടത്തി. ഇപ്പം മധുമണിയുടെ ഒരു കേസ് ഒരു തെളിവ് കൊണ്ട് കൊടുത്താൽ അതേ കണ്ടെത്തി അന്നേരം തന്നെ പ്രതികളെ പിടിച്ച് അറസ്റ്റ് ചെയ്യല്ല. ഞാൻ കൊടുക്കുന്ന ഓരോ തെളിവുകളെക്കുറിച്ചും വളരെ വിശദമായിട്ട് അവർ അന്വേഷണം നടത്തിയതിന് ശേഷമാണ് അവർ കുറ്റവാളികളെ കണ്ടെത്തുന്നത്. ഞാൻ ആദ്യം പറഞ്ഞു ശബരിമല തന്ത്രിയാണ് ഇതിനകത്ത് ഒന്നാം പ്രതി എന്ന് പറഞ്ഞു. മധുമണിവരെ പറഞ്ഞ ഉടനെ തന്ത്രി അറസ്റ്റ് ചെയ്തോ? ഇല്ല. തന്ത്രിക്കെതിരെ ഞാൻ ഉന്നയിച്ച ആരോപണങ്ങൾ, ഞാൻ കൊടുത്ത തെളിവുകൾ അവർ എത്ര ദിവസം എടുത്തു അത് കണ്ടെത്താൻ? അവർ ആദ്യം തന്ത്രി പറഞ്ഞ എന്താണ്, എനിക്ക് 5-6 വർഷമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ വെച്ച് കണ്ടറിയാം. അതിനുശേഷം എൻ്റെ മകൻ്റെ കല്യാണം വന്നപ്പോൾ ശബരിമല എല്ലാവരെയും ക്ഷണിച്ചു, ആ കൂട്ടത്തിൽ അദ്ദേഹത്തെ ക്ഷണിച്ചു. ഇതാണ് അദ്ദേഹം ചാനലുകാരോട് പറഞ്ഞതും SITയുടെ ആദ്യത്തെ അന്വേഷണത്തിൽ പറഞ്ഞതും. അതിനുശേഷം അത് SITക്ക് ഞാൻ സമർപ്പിച്ച ഒരു കത്തുണ്ട്, SC ശങ്കരൻ നമ്പൂരി എന്ന മുൻ ശബരിമല മേൽശാന്തിയുടെ കത്ത്. ആ കത്തിൽ പറഞ്ഞിരിക്കുന്ന വിവരങ്ങളെല്ലാം തന്നെ SIT നേരിട്ട് അന്വേഷിച്ചു. SIT നേരിട്ട് അന്വേഷിച്ചപ്പോഴാണ് ഈ 5-6 വർഷത്തെ പരിചയം എന്ന് പറഞ്ഞ് 22 വർഷത്തെ പരിചയം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും രാജീവ് തന്ത്രിയും കൂടി ഉണ്ടായിരുന്നു എന്ന് SIT മനസ്സിലാക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശബരിമല ക്ഷേത്രത്തിലെ പുരോഹിതനാണ്. ഞാൻ പറഞ്ഞല്ലോ 75ാമത്തെ വർഷമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണെന്നും എന്താണെന്നും അയാളുടെ സ്വഭാവം എന്താണെന്നും മറ്റാരേക്കാളും നന്നായിട്ട് അറിയാവുന്ന രാജീവ് തന്ത്രിക്ക് മാത്രമാണ്. രാജീവ് തന്ത്രിയുടെ അറിവോടും അനുവാദത്തോടും കൂടിയാണ് 2007 അയാൾ ശബരിമല വന്നത്. ഇവിടെ പറയുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കയറ്റിയത് കടകംപള്ളി സുരേന്ദ്രനാണ്, പ്രയാർ ഗോപാലകൃഷ്ണനാണ് എന്നൊക്കെ പലരും പല ചർച്ചയിലും പറഞ്ഞു കേട്ടു. പക്ഷേ 2007 മണ്ഡല മകരവിളക്ക് കാലയളവിലാണ് ആലപ്പുഴ സ്വദേശിയായ മാധവൻ പോറ്റിയുടെ സഹായിയായിട്ട് ഈ രാജീവ് തന്ത്രിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ അവതരിപ്പിക്കുന്നത്. അന്ന് മുതൽ അയാൾ ആദ്യമായിട്ട് അയാൾ ശബരിമല വരുമ്പോൾ അയാൾക്ക് മുണ്ടും ഷർട്ടുമായിരുന്നു വേഷം. പിന്നീട് അയാൾ പാൻറ്റും ടീഷർട്ടുമായി. പിന്നീട് അയാൾ സ്പോൺസറായിട്ട് വരുമ്പോൾ അയാളുടെ വേഷം പൈജാമയും കുർത്തയുമായി. ഇതിനകത്ത് ഞാൻ ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയോ വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയോ ഒന്നും പറയുന്നില്ല. ശബരിമലയെ സംബന്ധിച്ചോളം ശബരിമല നടക്കുന്ന കാര്യങ്ങളെല്ലാം പുറത്തു പറയാൻ ഒരു ഭക്തൻ എന്നുള്ളത് എനിക്ക് വളരെയേറെ വിഷമമുണ്ട്, വളരെയേറെ വേദനയുണ്ട്. പക്ഷേ പറയാതെ വയ്യാത്ത അവസ്ഥയിലെത്തി. ഇപ്പം തന്ത്രി മാത്രമല്ല, തന്ത്രിയോടൊപ്പം തന്നെ ഇതിനകത്ത് സമാന കുറ്റം ചെയ്തിരിക്കുന്ന ഒരാളാണ് ASP കുറുപ്പ്. കേരള ഹൈക്കോടതി വിശ്വസിച്ച് ചുമതലയേൽപ്പിച്ച ASP കുറുപ്പ്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഇടപെടൽ, അദ്ദേഹമായിട്ടും ഈ ക്ഷേത്ര കൊടിമരത്തിൻ്റെ ശില്പിയായിട്ടും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ബന്ധപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും വിലപിടിപ്പുള്ള ആണ് ശബരിമല ശ്രീകോവിലിൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്ന മണികൾ. ആ മണികൾ ശബരിമലയിൽ നിന്ന് നീക്കം ചെയ്തു. ഞാൻ ASP കുറുപ്പിനെ വിളിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് അതിൻ്റെ നാക്ക് ശരിയല്ലായിരുന്നു, അതിൻ്റെ നാദം ശരിയല്ലായിരുന്നു, അത് മാറ്റാൻ വേണ്ടി നാക്കിടാൻ വേണ്ടിയിട്ട് അനന്തനാചാര്യയുടെ ആലയിലേക്ക് കൊണ്ടുപോയെന്നാണ് പറഞ്ഞത്. കാരണം ഒരു നാക്ക് കേടുവന്നെങ്കിൽ പമ്പയിലായിരുന്നാണ് കൊടിമരത്തിൻ്റെ മുഴുവൻ പണികളും നടന്നത്. പമ്പയിൽ വെച്ച് തന്നെ പണിയാമായിരുന്നു. പക്ഷേ ശബരിമല ക്ഷേത്രത്തിലെ 1950 ശബരിമല ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിതമായിരുന്ന പഞ്ചലോഹ വിഗ്രഹം തട്ടി ഉടയ്ക്കപ്പെട്ടു. ആ വിഗ്രഹത്തിൻ്റെ നൂൽക്കമ്പി ഇട്ട് കെട്ടിയിട്ടാണ്
വടക്കടുത്തില്ല ഈശ്വരൻ നമ്പൂതിരി എന്നയാൾ മാവേലിക്കര, അന്ന് അദ്ദേഹമായിരുന്നു മേശാന്തി, അദ്ദേഹം ബാലാലയ പ്രതിഷ്ഠ നടത്തി ആ വിഗ്രഹ അവിടെ വെച്ച് തന്നെ കൂട്ടി യോജിപ്പിച്ചിട്ടാണ് ആ മണി ഉണ്ടാക്കിയത്. അപ്പോൾ ശബരിമല ക്ഷേത്രത്തിൻ്റെ അയ്യപ്പൻ്റെ ചൈതന്യം ഉൾപ്പെടുന്ന മണിയാണ് അവിടുന്ന് അപ്രത്യക്ഷമായിരിക്കുന്നത്. ഇത്തരം ഒരുപാട് കാര്യങ്ങൾ ശബരിമലയെ പറ്റി പറയാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ അവയിലേക്കൊന്നും അന്വേഷണം എത്തുന്നില്ല. ഇവിടെ രാഷ്ട്രീയമാണ് മുഖ്യം. ഇവിടെ ഓരോ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ രാഷ്ട്രീയ അജണ്ടയാണ് മുഖ്യം. അയ്യപ്പനെക്കുറിച്ച് പറയാൻ, ശബരിമലയെക്കുറിച്ച് പറയാൻ, ശബരിമലയെക്കുറിച്ച് അറിയാൻ എല്ലാ ഭക്തർക്കും അവകാശമുണ്ട്. അത് പറയാനുള്ള അവസരം എനിക്ക് എന്നാലും എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം 2026 മെയ് 18 എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ഞാൻ പുറത്തു വിടുകയാണ് ഈ വിവരം. 2026 മെയ് 18 ശബരിമല ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠ നടന്നതിൻ്റെ 75ാം വാർഷികമാണ്, പ്ലാറ്റിനം ജൂബിലി ഇയറാണ്. ഈ വർഷത്തിൽ തന്നെ ഇതിനുള്ള സത്യം പുറത്തു വരും, അയ്യപ്പൻ പുറത്തു കൊണ്ടുവരും. അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ശരി, പുനഃപ്രതിഷ്ഠാ വർഷത്തിൽ സത്യം തെളിയട്ടെ. ശ്രീ മഹേഷ് പണിക്കർ, അങ്ങും ചില ദിവസങ്ങളും സമയമൊക്കെ കണക്കാക്കി ചില കാര്യങ്ങൾ മുൻകൂട്ടി പറയാറുണ്ട്. ഇന്നിപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ, SITയിൽ പൂർണ്ണ വിശ്വാസം രേഖപ്പെടുത്തി പറഞ്ഞ കാര്യങ്ങൾ, അതിനെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? അപ്പോഴും ഈ 1-ാം പ്രതി നാളെ പുറത്തിറങ്ങും എന്നുള്ളത് വിശ്വാസികൾ എങ്ങനെ കാണും എന്നൊരു വിഷയം കൂടിയുണ്ടല്ലോ. ഇതിന് വേറൊരു ലോജിക് ഉണ്ട്. അതായത് വേട്ട അവസാനിക്കപ്പെട്ടു എന്ന് ഇരകളെ ബോധ്യപ്പെടുത്തുന്ന വേട്ടക്കാരനാണ് മിടുക്കനെന്ന് പറയും. കാര്യം ഈ മാളത്തിലൊക്കെ ഒളിച്ചിരിക്കുന്നവരെ പൊക്കിയെടുക്കണമെങ്കിൽ ഈ വേട്ട അവസാനിച്ചു എന്ന് അവർക്കൊരു തോന്നൽ വരണം. അപ്പം അങ്ങനത്തെ ഒരു രീതിയിലാണ് അതിനെ കാണാനായിട്ട് ഞാൻ ശ്രമിക്കുന്നത്. കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സത്യമായിട്ടും അറിയാം ഇത് ആർക്കാ കൊടുത്തത്, എത്ര രൂപയാണ് കിട്ടിയത്, ആരൊക്കെയാണ് അയാളുടെ പങ്കാളികൾ, കാലാകാലങ്ങളിൽ ആരൊക്കെ അയാൾ കൂട്ടുവെച്ചിട്ടുണ്ട്, അയാൾക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പം അയാളെ വെച്ചിട്ട് തന്നെ അത് പൊക്കിയെടുക്കാനുള്ള ചൂണ്ടയിലെ മണ്ണരയാന്നായിട്ടാണ് എൻ്റെ വിശ്വാസം. കാര്യം ഇന്നിപ്പോൾ വേറൊരു നെയ്ക്കൊള്ളയെ വെച്ചിട്ട് വേറൊരു സുനിൽ പോറ്റിയും പിടിക്കപ്പെട്ടിരിക്കുന്നു. അപ്പം ദേവസ്വം ബെഞ്ചിനെ സംബന്ധിച്ച് മൊത്തത്തിൽ ശബരിമല ഒരു ശുദ്ധീകരണം, അതായത് ഈ പറഞ്ഞ ചേട്ടൻ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ 75ാം വാർഷികത്തിൽ തന്നെ ശബരിമലയെ മൊത്തം ശുദ്ധീകരിക്കാനുള്ള ഒരു ശ്രമം എന്നുള്ള രീതിയിൽ നിസാരം ഈ ഒരു ദ്വാരപാലക ശില്പത്തിലെ ഇതോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ അല്ല. അവിടെ കാലാകാലങ്ങളിൽ നടന്നിട്ടുള്ള മൊത്തം കൊള്ളയും മൊത്തം ക്രമക്കേടുകളും അവസാനിപ്പിക്കാനായിട്ട് അയ്യപ്പൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ആ ദേവസ്വം ബെഞ്ചിനെ കറക്റ്റായിട്ട് ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടേതായ പ്രവർത്തനം നടത്തുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനകത്ത് ഈ പറയുന്ന പെട്ടെന്നൊരു കുറ്റപത്രം കൊടുത്ത് ഇപ്പോൾ 1-2 പ്രതികളെ വെച്ചിട്ട് ഈ കേസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാനല്ല ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. കാര്യം ഇതിന്റെ ബാക്കിലേക്കുള്ള പോകാനുള്ള എല്ലാ സാധ്യതകളും, ബാക്കിയുള്ള കൊടിമരം, ഈ ഇദ്ദേഹം പറഞ്ഞ പോലെ മണി, കുംഭകോണമണി എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട 1953 ചെറിയൊരു ടൈമിന്റെ വ്യത്യാസം, 1953 അത് പ്രതിഷ്ഠിച്ചത്. പക്ഷേ ആ മണികളൊക്കെ ഈ പറഞ്ഞ കുറിപ്പിന്റെ റിപ്പോർട്ടിലൊക്കെ വ്യക്തമായിട്ടുണ്ട് ആ മണി കൊണ്ട് റിപ്പയർ ചെയ്യാൻ കൊടുത്തെന്നും അതുപോലെ തന്നെ ആ സമയത്ത് അവിടുത്തെ താഴെക്കൂടെ ഇളക്കിക്കൊണ്ട് ഉരുക്കി അതിനകത്തുനിന്ന് 60 ഗ്രാം സ്വർണ്ണം എടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. 3-4 കിലോ ഉള്ളതാണ് 6 താഴെക്കൂടം. അപ്പം ഇതൊക്കെ ആ റിപ്പോർട്ടിൽ തന്നെ വെച്ചിട്ടുണ്ട്. കാര്യം വ്യക്തമായ കൊള്ളകൾ, വ്യക്തമായ റിപ്പോർട്ടുകളിൽ തന്നെയുള്ള, ഗവൺമെന്റിന്റെ രേഖകളിൽ തന്നെയുള്ള വ്യക്തമായ കൊള്ളകൾ നമ്മൾ മനസ്സിലാക്കേണ്ട. ASP കുറുപ്പ് എന്ന് പറയുന്ന വിദ്വാന് അയാൾ 4 റിപ്പോർട്ട് ആദ്യം കൊടുത്തിട്ടുണ്ട്. 5ാമത്തെ റിപ്പോർട്ടിലാണ് ഈ പറഞ്ഞ വാജിവാഹനത്തിന്റെ കേസ് പറയുന്നത്. ഈ ആദ്യത്തെ 4 റിപ്പോർട്ടിൽ ഇതിനെക്കുറിച്ച് ഒരക്ഷം മിണ്ടുന്നില്ല. ഇത് കൊടുത്ത് 2 ആഴ്ച കഴിഞ്ഞിട്ടുള്ള 5ാമത്തെ റിപ്പോർട്ടിലാണ് ഇങ്ങനൊന്നും കൊടുത്തു എന്ന് പറയുന്നത്. ആചാരപ്രകാരം ചെറിയ വ്യത്യാസമില്ലേ? അത് കോടതി നിയോഗിച്ച ആളാണ്, കോടതിയുടെ അഭിഭാഷകനാണ് ഈ പറയുന്ന കുറിപ്പ്. അപ്പോൾ കോടതി അറിയിച്ചുകൊണ്ട് ചെയ്ത കാര്യങ്ങൾ എന്നൊരു വാദം അവിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം കോടതിയിലേക്ക് പോയ കടലാസുകളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഈ മണിയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ മണി അവിടെ നിന്ന് അഴിച്ച് അത് പമ്പയിൽ ഇരിക്കുന്നുണ്ട് എന്നൊരു വാദം കൂടിയുണ്ടല്ലോ. ഈ മണി എന്ന് പറയുന്നത് അത് സ്വർണമാണോ? സ്വർണമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആണോ? സ്വർണ്ണമല്ല അതൊരു. പക്ഷെ അതിന്റെ പ്രശ്നം വെച്ചാൽ ഇത് റിപ്പയർ ചെയ്യാനും മാന്നാറ് പോയിട്ടുണ്ടെന്നേ. അത് റിപ്പയർ ചെയ്യാൻ പോകാന്ന് പറഞ്ഞാൽ വിൽക്കുകയല്ലേ. ഇപ്പം ശബരിമല ക്ഷേത്രത്തിന്റെ മഹാക്ഷേത്രത്തിന്റെ വാതിൽ അടിച്ചു മാറ്റാൻ നമ്മുടെ മുമ്പിൽ ബോധ്യമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ച്, ഒരു കൊടും കൊള്ളക്കാരനെ സംബന്ധിച്ച്, അല്ലെ അവരുടെ ഒരു കൊള്ള സംഘത്തിനെ സംബന്ധിച്ച് ഈ പുറത്ത് നിൽക്കുന്ന ഒരു മണി അവരുടെ സങ്കേതത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് മാറ്റത്തില്ലെന്നാണോ നമ്മൾ വിശ്വസിക്കേണ്ടത്? ഏത് ധൈര്യത്തിലാണ് വിശ്വസിക്കുന്നത്? ഭഗവാന്റെ വാതിൽ എന്ന് പറയുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഒറിജിനൽ, അതായത് ഇവിടെ കിടന്ന ഒറിജിനൽ അവർ മാറ്റി വേറൊരെണ്ണം ഇപ്പം ഇതിന്റെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ്, ഈ സുഭാഷ് കപൂർ മോഡൽ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. കാര്യം ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി അവിടെ വെക്കുന്നു. അതേ സൈസിലാണ് കമ്പവിളക്കുണ്ട്, 4 കമ്പവിളക്കുണ്ട്. ആ 4 കമ്പവിളക്കും പോയി. എന്നിട്ട് ഇപ്പം വേറെ 4 കമ്പവിളക്ക് അവിടെ വെച്ചിട്ടുണ്ട്. വേറെ 2 മണി അവിടെയും വെച്ചിട്ടുണ്ട്. മറ്റേ ബാക്കി മണി മറ്റേ ഒരെണ്ണം സ്റ്റോർ റൂമിലും ഒരെണ്ണം മാളികപ്പുറത്തിന്റെ അവിടെ വെച്ചിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണ്. എല്ലാം ഇവിടെ നിർമ്മിച്ചതാണ്. ഇവർ ഈ പറയുന്ന 2017 നിർമ്മിച്ചതാണ്. 1953 നിർമ്മിച്ചതും 2017 നിർമ്മിക്കുന്നതും തമ്മിൽ ആ കാലത്തിന്റെ വ്യത്യാസമുണ്ട്, അതിന്റെ വിലയുടെ വ്യത്യാസമുണ്ട്, അതിന്റെ മൂല്യത്തിൽ വ്യത്യാസമുണ്ട്. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നത്. ഇത് തന്നെയാണ് ഈ കൊള്ളാന്ന് പറയുന്നത്. വാജിവാഹനം ഉൾപ്പെടെ, വാജിവാഹനം എല്ലാവരും പറയുന്നു, ഇപ്പൊ പറയുന്ന രാഷ്ട്രീയ നേതാക്കളൊക്കെ, മെയിൻ രാഷ്ട്രീയ നേതാക്കൾ പറയുന്നത് കോടതിയുടെ അനുമതിയോടെ കൊടുത്തത്. അനുമതിയല്ല, അനുവാദമല്ല, അറിയിച്ചിട്ടുണ്ട്. അതായത് ഈ സാധനം മാറിക്കഴിഞ്ഞിട്ടോ 2 ആഴ്ച കഴിഞ്ഞ് കോടതി അറിയിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു സാധനം കൊണ്ടുപോയിട്ടുണ്ടെന്ന്. അതുകൊണ്ട് കാര്യമുണ്ടോ? ആ നിയമപ്രകാരം കൊണ്ടുപോയെന്ന് പറയുന്നത്. ഏത് നിയമത്തിലാണ് പറയുന്നത്? അങ്ങനെ
അത് ഉരുക്കി അങ്ങനെ നിയമത്തിൽ പറയുവാണെങ്കിൽ തന്നെ ഉരുക്കി മാത്രമേ കൊടുക്കാവൂ. ഉരുക്കാതെ ഇതേ ഷേപ്പിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. നമ്മൾ ഏറ്റവും വലിയ ദുഃഖകരമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാജിവാഹനം, ഒന്ന് നേരത്തെ തന്ത്രി പ്രതിഷ്ഠിച്ച വാജിവാഹനം ഇപ്പം തൊണ്ടി മുതലായിട്ട് കഞ്ചാവിന്റെയും കള്ളിന്റെയും കൂടെ ഒരു കോടതിക്കകത്തിരിക്കുകയാണ്. രണ്ടാമത്തെ ഒരെണ്ണം മേളിയിരിക്കുകയാണ്. മൂന്നാമത്തെ ഒരെണ്ണം ഏതോ ഒരുത്തന്റെ എന്താ പറഞ്ഞ ആന്ധ്രയിലോ ഹൈദരാബാദിലോ ഒരുത്തന്റെ വീട്ടിലിരിക്കുകയാണ്. ഇതെങ്ങനെ നമുക്ക് സഹിക്കാൻ പറ്റും? ഒരേ സത്വമുള്ള 3 വാജിവാഹനങ്ങൾ ഒരേപോലെ നിലനിൽക്കാൻ കാരണം എന്താണ്? ഒരെണ്ണം എടുക്കുമ്പോൾ അത് ഉടച്ചിട്ടേ അടുത്ത വാർക്കാൻ പാടുള്ളൂ. അത് വാർക്കാനും ഏകദേശം ലക്ഷക്കണക്കിന് രൂപയുടെ 17 കിലോ സ്വർണം ദേവസ്വം ബോർഡ് കൊടുത്തിട്ടുണ്ട്, 30 കിലോ ചെമ്പ് കൊടുത്തിട്ടുണ്ട് ദേവസ്വം ബോർഡ്. ഈ റെക്കോർഡിൽ തന്നെ ഉണ്ട്. കൂടാതെ 10-15 കിലോ സ്വർണം അവർ കളക്ട് ചെയ്തിട്ടുണ്ട് നാട്ടുകാരുടെ നിന്ന്. സംഭാവന ചെയ്ത സ്വർണ്ണമടക്കമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കൊടിമരം ഇറക്കിയപ്പോൾ അതിൽ നിന്നുള്ള സ്വർണം ചേർത്തുകൊണ്ടാണ് ഈ വാജിവാഹനം തയ്യാറാക്കിയിരിക്കുന്നത് അല്ലേ? അതെ 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 അതിന്റെ വെയിറ്റ് നമ്മൾ നോക്കുമ്പോൾ ഇപ്പൊ നമ്മുടെ കോടതിയിൽ ഇരിക്കുന്ന വാജിവാഹനത്തിന്റെ വെയിറ്റ് 10 കിലോയാണ്. അതുപോലെ തന്നെ അവിടെ നമ്മൾ അഷ്ടതിക്ക് ഒരു 10 കിലോ 20 കിലോയേ ഉള്ളൂ അവിടുത്തെ വാജിവാഹനത്തിന്റെ വെയിറ്റ്, വാർത്തിരിക്കുന്ന വെയിറ്റ്. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ വാർക്കാൻ ദേവസ്വം ബോർഡ് ഉപയോഗിച്ചിരിക്കുന്നത് 17 കിലോ വെള്ളിയാണ് ഇതിനു വേണ്ടി കൊടുത്തിരിക്കുന്നത്. 17 കിലോ വെള്ളി. അതുപോലെ തന്നെ 30 കിലോ ചെമ്പ്. ആ റെക്കോർഡ് പ്രകാരം ഈ പറഞ്ഞ ഫൈനൽ റിപ്പോർട്ട് പറയാൻ 30 കിലോ ചെമ്പ് പ്ലസ് ഇവർ കളക്ട് ചെയ്തിരിക്കുന്ന 10-15 കിലോ സ്വർണം. അപ്പൊ എത്ര കിലോ ആയി? മൊത്തം 10-70 കിലോ സ്വർണം അവര് മറ്റേ ഉൾപ്പെടെയുള്ള ലോഹങ്ങൾ കളക്ട് ചെയ്തിട്ട് 20 കിലോയാണ് മെറ്റീരിയൽ അവിടെ വന്നിരിക്കുന്നത്. ബാക്കി അവിടെ. അപ്പം ഇതൊക്കെ വെറും കൊള്ളയാണെന്ന്, തട്ടിപ്പിന്റെ വലിയ കൂത്തരങ്ങാണ്. ഇതൊക്കെ മാറ്റാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന് ഇതെല്ലാം ബോധ്യപ്പെട്ടിട്ടുണ്ട്. കലാകാലങ്ങളിൽ അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഈ അന്വേഷണം ഒരു നിസാരമായ കുറ്റപത്രത്തിലും നിസാരമായ പ്രതികളിലും ഫ്രെയിം ചെയ്യാതെ അതിനൊരു വിശാല അർത്ഥത്തിൽ വലിയ ഫ്രെയിമിംഗ് ആയിട്ട് ഈ സിൽവർ ജൂബിലി വർഷത്തിൽ തന്നെ ശബരിമലയെ ശുദ്ധീകരിക്കാനും അവിടുത്തെ ഈ പറഞ്ഞ ഇപ്പൊ അടുത്തൊരു നെയ്ക്കുള്ള ഒരുത്തനെ പിടിച്ചിട്ടുണ്ടല്ലോ, സുനിൽ പോറ്റി. ഇതൊക്കെ വന്നു കഴിഞ്ഞിട്ട് അതിലൊക്കെ എല്ലാ അന്വേഷണം പോട്ടെ, ബാക്കിയുള്ളവരും വരട്ടെ. ശരി, ജിൻഡോ ജോൺ, ഇപ്പോൾ ഏതായാലും കോടതിയുടെ ഭാഗത്ത് വന്നിരിക്കുന്ന പരാമർശം എന്നുള്ളത് SIT വെറുതെ വിടൂ, SIT അതിന്റെ നിലയ്ക്ക് അന്വേഷണവുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് അന്വേഷണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് വേഗമില്ല എന്നും നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രതികളിലേക്ക് എത്തുന്നില്ല എന്ന രൂപത്തിലുമൊക്കെയുള്ള വിമർശനം നിങ്ങൾക്കിനി സാധ്യമാകുന്നില്ല എന്നൊരു വിഷയം കൂടിയില്ലേ? അപ്പോൾ നിങ്ങളുടെ വിമർശനങ്ങൾ പരിമിതപ്പെടുകയാണോ? നിങ്ങൾക്ക് ആയുധം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടോ ഇപ്പോൾ? ഇല്ല സ്മൃതി, ഇതിൽ ഞങ്ങൾക്ക് ആയുധം കിട്ടുകയോ നഷ്ടപ്പെടുകയോ ചെയ്യുന്നില്ല. ഇത് ഞങ്ങൾക്കൊരു ആയുധമല്ല, ഒന്നാമത്തെ കാര്യം. 2, ഞങ്ങൾ ആഗ്രഹിക്കുന്ന പ്രതികളില്ല. ഇതിൽ ശബരിമല ശാസ്താവ് ആഗ്രഹിക്കുന്ന പ്രതികളുണ്ട്. അതുകൊണ്ടാണ് കുറേ പേര് അറസ്റ്റ് ചെയ്യപ്പെട്ടതും ഇനിയും കുറേ പേര് അറസ്റ്റ് ചെയ്യപ്പെടാൻ നിൽക്കുന്നതും. അപ്പോൾ ഇതിൽ സത്യം തെളിയിക്കപ്പെടേണ്ടതൊക്കെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കൂടി ഒരു വിശ്വാസ്യതയുടെ കൂടി പ്രശ്നമാണ്. നമ്മൾ അയ്യപ്പ വിശ്വാസികളുടെ മാത്രമല്ല, ഈ സംസ്ഥാനത്തിൻ്റെ തന്നെ വിശ്വാസ്യതയുടെ കൂടി പ്രശ്നമാണ്. ഇവിടെ ഒരു കാര്യമുണ്ട്. ഹൈക്കോടതി തന്നെ പല ഘട്ടത്തിലായിട്ട് SITയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അന്വേഷണത്തിൽ ചില കമൻറ്റുകൾ പറഞ്ഞിട്ടുണ്ട്. പഞ്ചായത്ത് ഇലക്ഷൻ്റെ സമയത്ത് SITയുടെ അന്വേഷണം മരവിച്ച നിലയിലാണ്, ഉഴപ്പുണ്ടായി എന്ന് സംശയിക്കുന്നു എന്ന് പറയുന്നു. ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് ഹൈക്കോടതി ചോദിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ IPS ഉദ്യോഗസ്ഥനായിരിക്കുന്നു, അത്തരം ഇടപെടലുണ്ടോ എന്ന് സംശയിക്കുന്നു. സുപ്രീം കോടതിയും ഹൈക്കോടതിയും പോലും ജാമ്യം നിഷേധിച്ച പ്രതികൾക്ക് 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതിൻ്റെ പേരിൽ സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പ്രതികൾക്ക് ജാമ്യം കൊടുത്ത് അത് ജനങ്ങൾക്ക് സംശയമുണ്ടാക്കുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുമെന്ന് കോടതി പലവട്ടം സൂചിപ്പിച്ചിട്ടുള്ളതാണ്. കടകംപള്ളിയെ ചോദ്യം ചെയ്യാൻ വൈകിയതിനെക്കുറിച്ചിട്ട് സംശയങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയെല്ലാം നിൽക്കുമ്പോഴാണ് ഒരു ഇടക്കാല കുറ്റപത്രം പോലും സമർപ്പിക്കാതെ പ്രതികൾക്ക് ജാമ്യം കിട്ടുന്ന സാഹചര്യം ഒരുക്കപ്പെടുമ്പോഴാണ് SIT ഇതിൽ മെല്ലെപ്പോക്കുണ്ട്, ഇതിൽ സംസ്ഥാന സർക്കാരിൻ്റെ പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിൻ്റെ ഇടപെടലുണ്ടെന്ന് നമ്മൾ സംശയിക്കുന്നു. ഇനി അതിനപ്പുറത്ത് ഈ പ്രതികൾ പുറത്തു വന്നാൽ തെളിവ് നശിപ്പിക്കപ്പെടുമെന്നുള്ള സംശയം അത് സ്വാഭാവികമല്ലേ? അത്തരം സംശയമാണ് സ്വാഭാവികമല്ലേ? ഇപ്പോൾ ഈ പുറത്തിറങ്ങി വരുന്ന പ്രതികൾക്ക് തമ്മിൽ കാണാനും അവർക്ക് സംസാരിക്കാനും തെളിവ് നശിപ്പിക്കാനുള്ള സാഹചര്യമുണ്ട്. ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ചൂണ്ടയിട്ട് മറ്റേ പ്രതികളെ കൊണ്ട് കൂടുതൽ വിവരങ്ങൾ പുറത്ത് കിട്ടാൻ വേണ്ടിയിട്ട് അവരെ അഴിച്ചുവിടുന്നതിന് തുല്യമാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ എല്ലാ പ്രതികൾക്കും ജാമ്യം കൊടുത്ത് പുറത്തു വിടാമല്ലോ. അവരെ നിരീക്ഷിച്ചാൽ പോലെ അതൊരു നല്ല മാതൃകയാണോന്ന് അറിയില്ലല്ലോ. 90 ദിവസം കഴിഞ്ഞാൽ സ്വാഭാവിക ജാമ്യം കോടതിക്ക് നിഷേധിക്കാനാവില്ല. അതാണ് ഞാൻ പറഞ്ഞത്. 90 ദിവസം കഴിഞ്ഞാൽ കോടതിക്ക് സ്വാഭാവിക ജാമ്യം നിഷേധിക്കാൻ പറ്റില്ല. അത് നമ്മുടെ നിയമവ്യവസ്ഥയുടെ ഭാഗമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഇടക്കാല കുറ്റപത്രം പോലും കൊടുക്കാതെ ഇതിൽ യാതൊരു വിധത്തിലും ആളുകളുടെ മുമ്പിൽ ഒരു വിവരങ്ങളും ഇല്ലാത്ത രീതിയിൽ പ്രതികളെല്ലാം പുറത്തേക്ക് ഇറങ്ങി വരിക. ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല ശാസ്താവിൻ്റെ ശ്രീകോവിലിൻ്റെ കട്ടിളപ്പാളിയും ദ്വാരപാലക ശില്പം അടക്കം മേൽക്കൂരയടക്കം കടത്തി എന്ന് നമ്മളെല്ലാവരും പറയുന്നു. ആ പ്രതി 90 ദിവസത്തിന് ശേഷം സ്വാഭാവിക ജാമ്യത്തിൽ പുറത്തു വരികയാണ്. ഈ മറ്റ് നേതാക്കന്മാർ, CPMന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ അവകാശപ്പെടുന്നത് പോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പൊറ്റിക്ക് അവകാശപ്പെടാമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്ര അവസരം ഒരുക്കപ്പെടുകയല്ലേ. അങ്ങനെ ഒരുക്കപ്പെടുമ്പോൾ കുറേ ആളുകൾ അതിൻ്റെ പിന്തുണയ്ക്കുകയും ഒക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ അത്
സാമാന്യ ജനത്തിന്റെ സാമാന്യ ബോധത്തെ വെല്ലുവിളിക്കുന്ന ഒരു നടപടിയായിട്ട് മാത്രമേ ഇതിനെ കാണാൻ പറ്റൂ. ഡോക്ടർ ഇനി ഒരു ജിൻഡോ, കാര്യം പക്ഷേ കൂടി, ഇങ്ങനെ ഒരു ഇത് കാര്യം കൂടി. ആവർത്തിച്ച് പറയുന്നത് ഈ അന്വേഷണ സംഘത്തിന്മേലൊരു സമ്മർദ്ദമാകില്ല. ഇതിപ്പോൾ ശാസ്ത്രീയമായ പരിശോധനകളാണല്ലോ നടക്കുന്നത്, അത് അങ്ങേക്കും അറിയാവുന്നതാണ്. VSSയിൽ പരിശോധന ഒരു തവണ നടന്നു, പക്ഷേ അത് പൂർണ്ണമായിരുന്നില്ല. സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നു, പക്ഷേ തിരിച്ചെത്തിയത് പഴയതാണോ പുതിയതാണോ എന്നുള്ള പരിശോധനയൊക്കെ അത് പൂർണ്ണമായിട്ടില്ല. വീണ്ടും ഒരു ഡീകോഡിംഗ് നടക്കുന്നു എന്നുള്ള വിവരമാണ്. അപ്പോൾ ഈ സ്വർണം പുതിയതും പഴയതും മാറ്റി മാത്രം പരിശോധിക്കുന്നു, ഇനി ചെമ്പു മാത്രം പരിശോധിക്കുന്നു, അല്ലെങ്കിൽ ചെമ്പുമായി ബന്ധപ്പെട്ട പരിശോധനയും വേറെ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിനൊക്കെ എടുക്കുന്ന ഒരു സമയമുണ്ട്, ഒരു പക്ഷേ 2 മാസമൊക്കെ എടുത്ത ശേഷമേ അതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ എന്നാണ് കേൾക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിന് സമയം കൊടുക്കാതെ വേഗം എന്ന് നമ്മൾ പറഞ്ഞതുകൊണ്ടായോ? അല്ല, ചില കേസുകളിൽ ഇത് അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും ഇത്തരം ശാസ്ത്രീയ പരിശോധനകൾ, നമ്മുടെ ഗവൺമെന്റ് സംവിധാനത്തിന്റെ പരിശോധനകളൊക്കെ നമുക്ക് പലപ്പോഴും അറിയാമല്ലോ. അപ്പോൾ ഓരോ ശാസ്ത്രീയ പരിശോധനകളും ഫയലുകൾ നീങ്ങുന്നതും ഉദ്യോഗസ്ഥരുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് അന്വേഷണം നടക്കുമ്പോൾ ഇത് കുറേ കാലം കഴിഞ്ഞ് ഇതിന്റെ തെളിവുകൾ നശിപ്പിക്കപ്പെടാനുള്ള ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിൽ അതിൻ്റെതായ രീതിയിൽ തന്നെ പോയാൽ മതി എന്ന് നിർബന്ധമുണ്ടെങ്കിൽ അതിനെ നമുക്ക് സംശയിക്കേണ്ടി തന്നെ വരും. കാരണം ഈ കേസ് മറ്റൊരു കേസ് പോലെയല്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കം ആർക്കും ഉണ്ടാവില്ല. ഇത് സാധാരണ ഒരു കൊള്ളയോ കളവോ മോഷണമോ പോലോ അല്ല. അപ്പോൾ ഇത് അതിൻ്റെതായ ഒരു വേഗതയിൽ അപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ എണ്ണം വർദ്ധിപ്പിച്ചത് എന്തിനാ? ഇതിന് കൂടുതൽ സാങ്കേതികമായിട്ടുള്ള പരിജ്ഞാനവും അന്വേഷണവും ഒക്കെ നടക്കണം, കൂടുതൽ വേഗത്തിൽ നടക്കണം എന്നുള്ളത് കൊണ്ടല്ലേ പല ഘട്ടത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ എണ്ണം വർദ്ധിപ്പിച്ചത്. അപ്പോൾ കുറേ കൂടി വിപുലമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് വേഗത്തിൽ കുറ്റപത്രം സമർപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകേണ്ടതായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. ഇനി SITയെ വിശ്വാസത്തിലെടുക്കുന്നുണ്ട് എല്ലാവരും. SITയെ നമ്മൾ ഇത്തരം കാര്യങ്ങളിലാണ് നമ്മൾക്ക് ചില സംശയങ്ങളും ചില ആശങ്കകളും ഒക്കെ ഉള്ളത്. അപ്പോൾ പോലും SITയെ വിശ്വാസത്തിലെടുക്കുന്ന കേരളത്തിൽ CPM ആണ്. SITയെ CPM വിശ്വാസത്തിലെടുക്കുമ്പോൾ തന്നെ ഇതേ SIT അറസ്റ്റ് ചെയ്ത് ഇതേ കോടതിയുടെ മേൽനോട്ടത്തിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടിരിക്കുന്ന പത്മകുമാറിനെതിരെ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ആ പാർട്ടിക്ക് സംഘടനാപരമായ ചില നടപടിക്രമങ്ങൾ ഉണ്ടെന്ന് പറയാം. രക്തസാക്ഷി ഫണ്ട് കൊള്ളയടിച്ച ആൾക്കെതിരെ ശബ്ദമുയർത്തിയ കുഞ്ഞികൃഷ്ണനെ പുറത്താക്കാൻ ഈ പാർട്ടിക്ക് സംഘടനാപരമായിട്ട് 1.5 ദിവസത്തെ ആവശ്യം ഉണ്ടായുള്ളൂ. പക്ഷേ ശബരിമല ശാസ്താവിന്റെ സ്വർണ്ണപ്പാളിയും ദ്വാരപാലക ശില്പവും കട്ടുകടത്തിയ CPMന്റെ നേതാക്കന്മാർ, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ജില്ലാ കമ്മിറ്റി അംഗമടക്കമുള്ള ആളുകൾക്കെതിരെ ഇപ്പോഴും ഇവർ ആവശ്യപ്പെടുന്ന കുറ്റപത്രം വരട്ടെ എന്ന MB ഗോവിന്ദൻ ആവശ്യപ്പെടുന്ന കുറ്റപത്രം വരട്ടെ എന്ന് പറയുന്നത് അത് ഈ തെരഞ്ഞെടുപ്പ് കഴിയും വരെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സൗകര്യമാണോ ഒരുക്കി കൊടുക്കുന്നത് രാഷ്ട്രീയപരമായിട്ടൊരു സംശയമാണ്. അതുവരെ ഇവർ നടപടിയെടുക്കാതെ മുന്നോട്ട് പോവുകയും ചെയ്യും. അപ്പൊ അവർക്ക് സൗകര്യപ്രദമായ പ്രചരണം നടത്താനുള്ള സൗകര്യം ഒരുക്കി കിട്ടി എന്ന് വേണം സംശയിക്കാൻ. ശരി, അഡ്വക്കേറ്റ് അരുൺ, ഇപ്പോൾ കുഞ്ഞികൃഷ്ണൻ പാർട്ടിയെ പ്രതിരോധത്തിലാക്കി അല്ലെങ്കിൽ പാർട്ടിയെ അപമാനിച്ചു എന്ന രൂപത്തിലാണല്ലോ ഇപ്പോൾ നടപടി വേഗത്തിൽ എടുത്തിരിക്കുന്നത്. അതേപോലെ പാർട്ടിയെ അപമാനിക്കുകയാണല്ലോ ചെയ്തിരിക്കുന്നത് പത്മകുമാർ, പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കുകയാണല്ലോ ചെയ്തിരിക്കുന്നത്. പാർട്ടി ആവശ്യപ്പെട്ടിട്ടല്ലോ ഇദ്ദേഹം ഈ പറയുന്ന കൊള്ളയ്ക്ക് കൂട്ടുനിന്നിട്ടുള്ള. അപ്പോൾ പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കിയ ആൾ അവിടെ തുടരട്ടെ, പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമായി എന്നെങ്ങനെയാണ് CPM കരുതുന്നത്? വിശദീകരിക്കാനാവില്ല. പാർട്ടിയുടേതായ സമയത്തെടുക്കുമെന്നാണ് പറയുന്നത്. നിങ്ങൾ ചില കാര്യങ്ങൾക്ക് എടുക്കുന്ന സമയത്തിന്റെ വേഗം, ചില കാര്യങ്ങൾക്കുള്ള പതുക്കെ മതി എന്ന തീരുമാനം, അതാണ് സംശയത്തിനിടയാക്കുന്നത്. കാരണം ഈ കോടതി പത്മകുമാറുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള കാര്യം അതീവ ഗുരുതരമായ കുറ്റകൃത്യമാണ്. പത്മകുമാർ മുൻ MLAയും ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റുമാണ്. സ്വാധീന ശക്തിയുള്ള ആയതിനാൽ അന്വേഷണത്തെ സ്വാധീനിക്കുമെന്നൊക്കെയാണ് നേരത്തെ ജാമ്യ ഹർജി പരിഗണിച്ചപ്പോൾ കോടതി തന്നെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്വാധീന ശക്തി എവിടെയാണ് ഇദ്ദേഹം സ്വാധീനം ചെലുത്താൻ പോകുന്നത്? ഈ ചോദ്യം അവിടെ ഉണ്ടല്ലോ, അതവിടെ നിൽക്കുക തന്നെയാണ് ഇപ്പോഴും. ഈ ചർച്ചയിലൂടെ ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധിയുടെ ഒരു ദയനീയാവസ്ഥയാണ് ബോധ്യപ്പെടുന്നത്. ഇത്രയധികം ഒരു സംസ്ഥാനത്തെ ഏറ്റവും വലിയ കോടതി ഏതാ? ഹൈക്കോടതി. അതിലെ ഏറ്റവും വലിയ ബെഞ്ച് ഏതാ? ഡിവിഷൻ ബെഞ്ച്. ആ ഡിവിഷൻ ബെഞ്ചിലെ ഏറ്റവും വലിയ ബെഞ്ച് ഹൈക്കോടതിയുടെ. ആ ബെഞ്ച് കൃത്യമായി പറയുകയാണ്, ഞങ്ങൾക്ക് പൂർണ്ണ തൃപ്തിയുണ്ട്, ഞങ്ങൾ മാത്രമാണ് ഈ അന്വേഷണത്തിന്റെ തോത് പരിശോധിച്ചിട്ടുള്ളൂ, സീൽഡ് കവറിൽ ഞങ്ങൾക്കാണ് റിപ്പോർട്ട് കിട്ടിയത്, അതുകൊണ്ട് 90 ദിവസം കൊണ്ട് കുറ്റപത്രം സമർപ്പിച്ചില്ല എന്നുള്ളത് ഈ കേസിലൊരു ഘടകമല്ല. കാരണം സാങ്കേതികമായിട്ടുള്ള കൃത്യമായിട്ടുള്ള തെളിവ് ശേഖരണം വേണം, അത് കൃത്യമായിട്ട് നടക്കുന്നു. എന്താ ഒരു ക്രിമിനൽ കേസ്? ഒരു ചെങ്ങലയിലെ കണ്ണികൾ പോലെയാണ്. കുറെ കണ്ണികൾ ഉണ്ടായിട്ട് കാര്യമില്ല, ആ കണ്ണി പരസ്പരം കൃത്യമായി ബന്ധിച്ചു പോകണം. പ്രതികൾ എന്താ ചെയ്യണേ? ആ ചെങ്ങലയിലെ കണ്ണികളെ ആ ബന്ധനം അങ്ങ് മാറ്റും. അത് സിംഗിളാക്കി മാറ്റിയാൽ ആ കേസ് വെറുതെ വിടും. പക്ഷേ എത്ര പ്രതി വക്കീലിനെ വെച്ച് ആർഗ്യൂ ചെയ്താലും ആ ചെങ്ങലയുടെ കണ്ണികളെ വിഭജിക്കാൻ കഴിയാതെ ആ ചെങ്ങലയായിട്ട് നിന്നാലാണ് ക്രിമിനൽ കേസ് ശിക്ഷിക്കാൻ കഴിയുക. ഒരു ഡെഡ് ബോഡി, കുറച്ച് ചോര, ഒരു കത്തി, കുറെ പ്രതികൾ ഉണ്ടായാൽ ക്രിമിനൽ കേസ് ശിക്ഷിക്കാൻ പറ്റുമോ? ഒരു ദിവസം ഒരു സമയത്ത് ഇന്ന പ്രതി ഇന്നയാളെ ഇന്ന ആളുകളുടെ മുന്നിൽ വെച്ച് കൊല ചെയ്തു അല്ലെങ്കിൽ കുത്തി പരിക്കേൽപ്പിച്ചു, അതിന്റെ കൃത്യമായിട്ടുള്ള സബ്സ്റ്റാൻറ്റീവ് എവിഡൻസ് വേണം, മൂല്യമത്തായിട്ടുള്ള തെളിവുകൾ വേണം, സബ്ജക്റ്റീവ് സാറ്റിസ്ഫാക്ഷൻ വേണം, ഒബ്ജക്റ്റീവ് സാറ്റിസ്ഫാക്ഷൻ വേണം. അത് ജഡ്ജിക്ക് ബോധ്യപ്പെടണം. ഇവിടെ ഒരു ബഹുമാനപ്പെട്ട അഭിഭാഷകൻ പറഞ്ഞു, എന്താ ഈ, അതുപോലെ കോൺഗ്രസ് പ്രതിനിധിയും പറഞ്ഞു, എന്താ ഈ ഇടക്കാല കുറ്റപത്രം? അങ്ങനെ ഒരു വകുപ്പ് CRPCയിൽ ഉണ്ടോ? അങ്ങനെ ഒന്ന് കാണിച്ചു തരാമോ?
ഇടക്കാല കുറ്റപത്രം എന്നൊരു പ്രയോഗമില്ല ക്രിമിനൽ ലോയില്. കുറ്റപത്രം എന്ന് പറഞ്ഞാൽ അന്തിമ കുറ്റപത്രമാണ്. എല്ലാ അന്വേഷണ തെളിവുകളും ക്രോഡീകരിച്ച് ഒരു പ്രതിക്കെതിരെ കൃത്യമായി പോലീസ് ചാർജ് കൊടുക്കുന്നു. അതാണ് കുറ്റപത്രം. അതിനുശേഷം പിന്നീടുള്ള വെളിപ്പെടുത്തൽ വരുന്നു, പ്രത്യേകമായിട്ടൊരു തെളിവ് പിന്നീട് കിട്ടുന്നു. അങ്ങനെ വരുമ്പോൾ രണ്ടാമതൊരു ചാർജ്, സെക്കൻഡറി ചാർജ് കൊടുക്കാം. ഏത്? ആദ്യത്തെ കുറ്റപത്രത്തിനോട് ഇൻ അഡീഷൻ ടു രണ്ടാമതൊരു കുറ്റപത്രം കൊടുക്കാം. അല്ലാതെ ഇത്ര ദിവസത്തിനുള്ളിൽ ഒരു കുറ്റപത്രം ഒന്നും ഇല്ല. ഇത്ര ദിവസത്തിനുള്ളിൽ കുറ്റപത്രം കൊടുക്കണമെന്നും CRPC-യിൽ ഇല്ല. ഇത്രയും വലിയ ഫ്ലോറൻസിക് റിപ്പോർട്ടുകൾ അടക്കം വന്ന് ഇത്ര സംസ്ഥാനങ്ങളിൽ പോയി ഇത്ര വലിയ ഹൈക്കോടതി പറഞ്ഞില്ലേ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥന്മാരാണ് ഈ അന്വേഷണം നടത്തുന്നത്. അങ്ങനെ പറഞ്ഞിട്ടും ആ തെളിവ് കിട്ടിയത് കൊണ്ടുപോയി കുറ്റപത്രമായിട്ട് കൊടുത്താൽ ഈ പ്രതികളെല്ലാം ട്രയലിൽ രക്ഷപ്പെട്ടു പോകും. ഈ വിചാരണ ഇടയ്ക്ക് വെച്ച് തന്നെ തകർത്തു തരിപ്പണമായി പോകും. നമുക്കറിയാം, വലിയ വലിയ തെളിവ് കൊടുത്തിട്ടും പല കേസുകളുടെ അവസ്ഥ നമുക്കറിയാം. അതുകൊണ്ട് ഡിവിഷൻ ബെഞ്ച്, ഒരു സംസ്ഥാനത്തെ ഏറ്റവും വലിയ ബെഞ്ച് മോണിറ്റർ ചെയ്യുന്ന കേസ്, ആ കേസിന്റെ ഒരു ഘടകം കൃത്യമായി ഹൈക്കോടതി പറയുമ്പോൾ ഇതൊന്നും പോരാ, ജനങ്ങൾ പറയുന്നത് പോലെ പോണം, ഞങ്ങളുടെയൊക്കെ വിചാരം ഇന്നതാണ്, ഇന്നൊക്കെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഈ കേരളത്തിൽ ഒരു മാധ്യമങ്ങളും ഇതുവരെ നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് അവരെ കിട്ടിയിട്ടില്ല. കുറിച്ചാണല്ലോ അങ്ങ് ആവർത്തിക്കുന്നത്. കോടതിയുടെ തൃപ്തിയിൽ പത്മകുമാറിന്റെ അറസ്റ്റും ഉണ്ടെന്നേ. ആയിക്കോട്ടെ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഒരു പാർട്ടി ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ ആ ഗവൺമെന്റ് പല വകുപ്പുകളുടെ ചുമതല അല്ലെങ്കിൽ ഭരണത്തിന്റെ ഭാഗമായി പല ചുമതല പല മേഖലയിൽ പലരെ ഏൽപ്പിക്കും. അവർ സത്യസന്ധമായ ചുമതല നിർവഹിക്കും എന്ന് തന്നെയാണ് ഗവൺമെന്റ് വിചാരിക്കുന്നത്. അതിന് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടോ അവർക്ക് ഒരു സ്ഥാനം ഉണ്ടാവില്ല. കൃത്യമായി അവർ വിചാരണ ചെയ്യപ്പെടും, ജയിലിലടക്കപ്പെടും, ആജീവനാന്തം ജയിലിലടക്കപ്പെടും. ഇവിടെ പ്രചരിപ്പിക്കുന്ന എന്താ? ജാമ്യം കിട്ടിയ ഈ കേസിൽ നിന്ന് പൂർണ്ണ വിമുക്തരായി എന്ന രൂപത്തിലാണ്. ഇത് കണ്ടീഷണൽ ബെയിലാണ്. CRPC അനുസരിച്ച് 90 ദിവസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തീകരിക്കാത്ത കേസുകളിൽ സ്റ്റാറ്റ്യൂട്ടറി ബെയിലാണ്, നിയമപ്രകാരമുള്ള ബെയിലാണ്. ബെയിൽ ഈസ് ദ റൈറ്റ്, ജയിൽ ഈസ് ആൻ എക്സെപ്ഷൻ എന്നതാണ്. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടലിന് 17-ാം ദിവസം ജീവപര്യന്തം തടവ് കിട്ടുന്ന ഒരു കേസിൽ ജാമ്യം കൊടുത്തു. എന്തിനാ ജാമ്യം കൊടുക്കാൻ കാരണം? ഇപ്പൊ പറയണ്ടേ, തൊണ്ടി സാധനം പിടിച്ചോ അതിൽ, അല്ലെങ്കിൽ അന്വേഷണം പൂർത്തീകരിച്ചോ? അതിലെ പ്രധാനപ്പെട്ട കംപ്ലൈനന്റ് വിദേശത്തുനിന്ന് വന്ന് മൊഴി പോലും രേഖപ്പെടുത്താൻ പോകുന്നേ ഉള്ളൂ. ഇപ്പൊ കോടതിയെ സംബന്ധിച്ചിടത്തോളം ജാമ്യം കൊടുത്തു എന്ന് വെച്ച് കേസിൽ നിന്ന് വിടുതലല്ല, അതിന്റെ അന്വേഷണം തുടരുകയാണ്. അതുകൊണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം എല്ലാ ഘട്ടത്തിലും ആരോപിച്ചത് നിലനിൽക്കില്ല എന്ന് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഈ കേസ് അട്ടിമറിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. പത്മകുമാർ സ്വാഭാവിക ജാമ്യത്തിൽ പുറത്തിറങ്ങിയാൽ അതൊരു ആഘോഷമാക്കില്ല എന്ന് എനിക്ക് ഉറപ്പുവരുത്താൻ പറ്റുമോ? ഞാൻ അതിലേക്ക് വരാം. ഇവിടെ സ്വർണം കട്ടയാളും സ്വർണം മേടിച്ചയാളും ആ സ്വർണം ഉരുക്കി വിറ്റയാളും എല്ലാം ഒറ്റ ഫ്രെയിമിൽ വന്നത് 2 തവണ മാത്രമാണ്. ആ 2 തവണ വന്നത് എവിടെയാണ്, എങ്ങനെയാണെന്നൊക്കെ നമുക്കറിയാം. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് UDF-ന്റെ കൺവീനർ 3 തവണ നുണ പറഞ്ഞു. എന്താ? സ്മൃതിക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ ആ നുണ. ഞാൻ സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയി സോണിയാഗാന്ധിയെ കണ്ടിറങ്ങുമ്പോ ഒരാള് വന്നു, അവിടെ വെച്ച് പരിചയപ്പെട്ടു, എനിക്ക് നേരത്തെ പരിചയമില്ല, ഒരു പോറ്റി അപ്പൊ കൂടെ കയറി. രണ്ടാമത് പറഞ്ഞു, ഡൽഹി വിമാനത്താവളത്തിൽ വെച്ച് ഞാൻ കണ്ടു, പരിചയപ്പെട്ടു, മുൻ പരിചയമില്ല, കൂടെ പോയി. മൂന്നാമത് പറഞ്ഞു, ഞാൻ പലതവണ പത്തനംതിട്ടയിൽ വെച്ച് കണ്ടിട്ടുണ്ട്. നമ്മൾക്കിപ്പോ അതിലൊന്നും അല്ല കേന്ദ്രീകരിക്കുന്നത്. പാർട്ടി ജനറൽ സെക്രട്ടറി തന്നെ തള്ളിക്കളഞ്ഞ വാദവുമായിട്ട് സഭയിൽ സോണിയാഗാന്ധി അറസ്റ്റ് ചെയ്യണം, വീട് റെയ്ഡ് ചെയ്യണം എന്ന് പറഞ്ഞത് സമുന്നതനായ മന്ത്രിയാണല്ലോ. അപ്പോൾ അത് രാഷ്ട്രീയമായി ഉപയോഗിക്കുമ്പോൾ ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുമോ എന്ന് കൂടി പാർട്ടി ആലോചിക്കണ്ടേ? അല്ല, ഇവിടെ കള്ള ആരോപണം, വ്യാജാരോപണം, നുണപ്രചരണം, സത്യത്തെ വളച്ചൊടിച്ച് UDF-ന്റെ നേതാക്കന്മാർ ഓരോരുത്തരും നടത്തുന്ന നുണപ്രചരണം, ആ നുണപ്രചരണത്തെ രാഷ്ട്രീയപരമായിട്ട് നേരിടും. ഇപ്പൊ മുഖ്യമന്ത്രി ഒരു കൃത്യമായിട്ട് ഒരു ആംബുലൻസ് കൈമാറുന്ന ആദ്യം ഒരു ചിത്രം വന്നപ്പോ എന്തൊക്കെയായിരുന്നു നുണപ്രചരണം? ആ വീഡിയോ വന്നപ്പോ നമുക്ക് വ്യക്തമായില്ലേ എന്താണ് അവിടെ സംഭവിച്ചതെന്ന്? മാറി നിൽക്കാൻ പറഞ്ഞ് ലിഫ്റ്റിലേക്ക് പോകുന്ന മുഖ്യമന്ത്രിയാണ് നമ്മൾ കണ്ടത്. അപ്പോ ഇവിടെ നുണപ്രചരണമല്ല, സരൺകുമാർ, മുഖ്യമന്ത്രിക്കും അറിയില്ല ഈ പോറ്റി ആരാണെന്ന്. പോറ്റി അവിടെ എത്തുന്നു എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുള്ള പരിപാടിയിലേക്ക് എത്തുന്നു, സോണിയാഗാന്ധിയെ കാണാൻ എത്തുന്നു. ഇതാണ് അയാളുടെ രീതി. അയാൾക്ക് എവിടെ പോകണം, ആരെയൊക്കെ കാണണം, ആരുടെയൊക്കെ ചിത്രങ്ങൾ എടുക്കണം, ആരുടെയൊക്കെ കൂടെ നിന്ന് അത് ഉപയോഗിക്കണമെന്ന് കൃത്യമായിട്ട് അറിയാമെന്നേ. അത് നിങ്ങൾ ഒരുമിച്ച് തന്നെ നേരിടേണ്ട വിഷയമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയല്ല വേണ്ടത്. ഇത് ആത്യന്തികമായി ഭക്തരെ ബാധിക്കുന്ന വിഷയമാണ് എന്ന നിലയ്ക്ക് നിങ്ങൾ കാണുന്നില്ല. അതാണ് പ്രശ്നം വരുന്നത്. ഞങ്ങളിൽ പ്രതികളുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങളിലുള്ള പ്രതികളെ നിങ്ങൾ എടുത്ത് കളയുന്നേ, എടുത്ത് ദൂരേക്ക് കളയുന്നേ. എന്താണ് ഇത്ര താമസം? അതൊക്കെ സമയത്ത് ചെയ്യും. ഏതാണ് സമയം?
അത് കാത്തിരുന്നോളൂ. minute. ഇത് 2004 മുതൽ അന്വേഷിക്കട്ടെ. ഒറ്റ മിനിറ്റ്. 2004 മുതൽ ഇത് അന്വേഷണം നടക്കട്ടെ. എങ്ങനെയാ പോറ്റി വന്നത്, പോറ്റി എങ്ങനെ കീഴ്ശാന്തിയായി, അതല്ലല്ലോ കോടതി ഇപ്പോൾ അന്വേഷിക്കാൻ വന്നിരിക്കുന്നത്. ആ പോറ്റി വളർന്നു കോടതി ഇപ്പോൾ അന്വേഷിക്കാൻ വന്നത് പോറ്റി അവിടെ ശാന്തിക്കാരനോ സഹായിയായിട്ട് വന്ന കാലത്തെ കുറിച്ചല്ലല്ലോ, സ്വർണം പോയതിനെ കുറിച്ചാണ്. കോടതിക്ക് അതല്ല പണി. ജിൻഡോ വേഗം ചോദിക്കാം, അരുൺ ഇറങ്ങാൻ. ഒറ്റ കാര്യം അതാണ് തെറ്റ്. നിർത്തതില്ല. ഞാൻ ഒരു കാര്യം അരുൺകുമാർ, ഒറ്റ കാര്യം. നിങ്ങൾ ഈ ചിത്രമല്ല നിങ്ങളുടെ പ്രശ്നമെങ്കിൽ MA ബേബി പോലും തള്ളിക്കളഞ്ഞ വാദമാണല്ലോ ഈ ശിവൻകുട്ടി മന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. നിങ്ങളും പറയുന്നു സോണിയാഗാന്ധിയോടൊപ്പം ഉണ്ടെന്ന്. സോണിയാഗാന്ധിയെ നിങ്ങൾക്ക് വിളിച്ച് ചോദ്യം ചെയ്യണോ? നിങ്ങൾ ചോദ്യം ചെയ്യും. അരുൺകുമാറിന് പരാതി ഉണ്ടോ? SITക്ക് പരാതി കൊടുക്ക്, ഹൈക്കോടതിയുടെ മുമ്പിൽ പരാതി കൊടുക്ക്. ആ കൂട്ടത്തിൽ പിണറായി വിജയനെ കുറിച്ചിട്ടും രാജു അബ്രാമിനെ കുറിച്ചിട്ടും കടകംപള്ളിയെ കുറിച്ചിട്ടും ഒക്കെ പരാതി കൊടുത്ത് എല്ലാവരെയും വിളിച്ച് ചോദ്യം ചെയ്തിട്ട് തീരുമാനമാകട്ടെ. പോറ്റി എന്ന് ശബരിമല കയറി എന്നുള്ളതല്ല പ്രശ്നം. പോറ്റി 2019 സ്വർണ്ണപ്പാളികൾ കടത്തി കൊണ്ടുപോയതിനു ശേഷം 6 വർഷക്കാലം പോറ്റി വളർത്തിയത് പിണറായി വിജയന്റെ സർക്കാരാണ് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ആ ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് ആരാണ് പൂഴ്ത്തിവെച്ചത്, ആരാണ് സംരക്ഷിച്ചത്? അതിന് ഉത്തരം കിട്ടണ്ടേ? ഇനി ഹൈക്കോടതി നിങ്ങൾക്ക് വിശ്വാസമുണ്ടല്ലോ, ഈ സംസ്ഥാനത്തെ ഏറ്റവും വലിയ കോടതിയാണെന്നല്ലേ താങ്കൾ പറഞ്ഞത്? ആ ഹൈക്കോടതി റിമാൻഡ് ചെയ്ത പത്മകുമാർ അടക്കമുള്ള, വാസു അടക്കമുള്ള ആളുകൾക്കെതിരെ സംഘടനാപരമായി നടപടിയെടുക്കാതെ നിങ്ങൾ എന്തിനു ഭയപ്പെടുന്നു? ഒരേ സമയം നിങ്ങൾക്ക് SITയെ വിശ്വാസമുണ്ട്, ഹൈക്കോടതിയെ വിശ്വാസമുണ്ട്. അവർ പിടിച്ച് അകത്തിട്ടിരിക്കുന്ന പത്മകുമാറിനെ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പൊതുസമൂഹത്തിന് സാധിക്കുമോ? ശരി, അരുണ് പറയാണ്ടെങ്കിൽ പറയാം, എന്നിട്ട് ഇടവേളയിലേക്ക് പോകാം. ഒറ്റ മിനിറ്റ്. ഇപ്പൊ 3-4 തവണ താങ്കൾ ആവർത്തിച്ചത്, 3-4 തവണ താങ്കൾ ആവർത്തിച്ച് ഒരേ ചോദ്യം തന്നെയാണ്. ആ ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള മറുപടി ഇവിടെയുണ്ട്. ഇവിടെ എങ്ങനെ നമ്പർ 10 ജനപദിൽ ഇവിടെ ശശി തരൂരിന് പോകാൻ കഴിയാത്ത, VD സതീശന് പോകാൻ കഴിയാത്ത, ഹേമന്ത് പോകാൻ കഴിയാത്ത ഇതാണ് ആഭ്യന്തര വകുപ്പ് നിങ്ങളുടെ ജിൻഡോ വെറുതെ വിടൂ. SITക്ക് അന്വേഷിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ശ്രീ മധുമണിമല, ഇങ്ങനെ പോവുകയാണെങ്കിൽ മാർച്ച് ആദ്യം തന്നെ കുറ്റപത്രം സമർപ്പിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ പുറത്തേക്ക് പോയ സ്വർണ്ണമടക്കമുള്ള കാര്യങ്ങളിൽ SITക്ക് ചില പരിമിതികളുണ്ടല്ലോ, അതുകൂടി നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും ആ കാര്യത്തിൽ? അവിടെയാണ് ഈ പറയുന്ന കേന്ദ്ര ഏജൻസികൾ എന്ന ആവശ്യം ഒരു വസ്തു ഉയരുന്നത്. ഈ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം എന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം SITയിലും പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. SIT അതിനു മുമ്പ് തന്നെ ഇതിന് തുമ്പുണ്ടാക്കും, വ്യക്തമായ തെളിവുകൾ കോടതി മുമ്പാകെ ഹാജരാക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇന്നലെ പറഞ്ഞല്ലോ, കാരണം ഇവർ മാധ്യമങ്ങൾ പറയുന്നതായാലും ഇവർ രാഷ്ട്രീയ പ്രതികൾ പറയുന്നതായാലും കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലല്ല. ഇവർ അന്യോന്യം വഴക്ക് ഉണ്ടാക്കുന്നത് ശബരിമലയ്ക്ക് വേണ്ടി, അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ മാത്രമാണ് അവരെ നയിക്കുന്നത്. ശബരിമലയെ സംബന്ധിച്ചോളം, ഒരു ഭക്തനെ സംബന്ധിച്ചോളം ശബരിമലയിൽ നിന്ന് പോയിരിക്കുന്ന സ്വർണ്ണപ്പാളികൾ, ദ്വാരപാലക ശില്പങ്ങൾ, താഴികക്കുടങ്ങൾ, മണി തുടങ്ങിയ സാധനങ്ങൾ ശബരിമലയിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പം താഴികക്കുട അവിടെ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്, മണിയും പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ കൊണ്ടുപോയ സാധനം ആണോ അത് തിരികെ സ്ഥാപിച്ചിരിക്കുന്നുള്ളതിനെക്കുറിച്ച് അന്വേഷണം വേണം. കാരണം ഇവിടെ ശില്പിയായിട്ടുള്ള മഹേഷ് പണിക്കർ പറഞ്ഞു, കൊണ്ടുപോയിരിക്കുന്ന സാധനങ്ങളല്ല, അത് ഡ്യൂപ്ലിക്കേറ്റാണ്. അപ്പം ഞാനൊരു സാധാരണപ്പെട്ട വ്യക്തിയാണ്, എനിക്കറിയുന്നതിനേക്കാൾ കൂടുതലായിട്ട് ആ കാര്യങ്ങൾ അറിയാവുന്ന വ്യക്തിയാണ് മഹേഷ് പണിക്കർ. അദ്ദേഹം പറഞ്ഞതിനെ ഞാൻ വിശ്വാസത്തിലെടുക്കുകയാണ്. കാരണം ഏറ്റവും പ്രധാനമായിട്ട് ശബരിമല അയ്യപ്പൻ്റെ 1950 തകർക്കപ്പെട്ട വിഗ്രഹപ്പാളികൾ അല്ലെങ്കിൽ വിഗ്രഹത്തിൻ്റെ കഷ്ണങ്ങൾ അത് കൂട്ടിച്ചേർത്ത് അവിടെ വെച്ച് തന്നെ ഉരുക്കിയിട്ടാണ് ഈ മണി ഉണ്ടാക്കിയത്. അതിന് ശബരിമല അയ്യപ്പ വിഗ്രഹത്തോളം തന്നെ പ്രാധാന്യമുള്ളതാണ് ആ മണി. ആ മണിയാണ് അവിടെ നിന്ന് അഴിച്ചുകൊണ്ട് പോയത്. ഇപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം 2 പേര് ഇവിടെ അഡ്വക്കേറ്റന്മാരാണ്. അനിൽ വിളയിലും ശ്രീ അരുൺകുമാറും. ഒരു അഭിഭാഷക കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അദ്ദേഹത്തിൻ്റെ ജോലി, അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി എന്താണ്, അദ്ദേഹത്തെ എന്തിനാണ് ചുമതലപ്പെടുന്നുള്ളത് എന്നെക്കാട്ടിലും അവർക്ക് 2 പേർക്കും അറിയാം. അപ്പം അന്വേഷണ കമ്മീഷൻ അഭിഭാഷക കമ്മീഷൻ എന്ന റോളിൽ ശബരിമലയിൽ വന്നിട്ട് അദ്ദേഹം ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് സ്പോൺസർ ആകാമോ എന്ന് ചോദിക്കുകയും ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് 5.25 ലക്ഷം രൂപയോളം കൈപ്പറ്റിയെന്നുള്ള എനിക്കറിയാൻ കഴിഞ്ഞത്. കാരണം ശബരിമല പല കാര്യങ്ങളും അദ്ദേഹം കോടതിയെ മറികടന്ന്, കോടതി അദ്ദേഹത്തെ വിശ്വസിച്ചു, കോടതി അദ്ദേഹം വഞ്ചിച്ചു, ശബരിമല അയ്യപ്പനെ വഞ്ചിച്ചു, ഭക്തജനങ്ങളെ വഞ്ചിച്ചു, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ വഞ്ചിച്ചു.
ഏറ്റവും നിർണായകമായിട്ട് അടിയന്തരമായിട്ട് ഈ ASP കുറുപ്പിനെ കൂടെ ഈ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തി അദ്ദേഹത്തെ ചോദ്യം ചെയ്യണം, അദ്ദേഹത്തിന് മൊഴിയെടുക്കണം, അദ്ദേഹം ചെയ്ത കാര്യങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം നടത്തണം. ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിലെ മിടുക്കന്മാരുള്ള റിപ്പോർട്ടർമാരുണ്ട്. ASP കുറുപ്പിൻ്റെ ഭൂതകാലം, ASP കുറുപ്പ് എങ്ങനെ അഭിഭാഷക കമ്മീഷനായി, എങ്ങനെ ശബരിമല വന്നു, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ എത്ര കൊടിമരങ്ങൾ ചെയ്തിട്ടുണ്ട്, അദ്ദേഹം കൊടിമരം കുറുപ്പെന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹവും അനന്തനാചാരിയും തമ്മിൽ ഉള്ള ബന്ധത്തെക്കുറിച്ചും നിങ്ങൾ അന്വേഷിക്കണം. നിങ്ങൾ അന്വേഷിച്ച് സത്യം പുറത്തു കൊണ്ടുവരണം. കാരണം ഓരോ ദിവസവും കിട്ടിക്കൊണ്ടിരിക്കുന്ന വാർത്തകൾ ഞെട്ടിക്കുന്നതാണ്. ആദ്യം ഞാൻ ASP കുറിപ്പിൻ്റെ കാര്യം പറഞ്ഞതിന് ശേഷം എനിക്ക് 13 പേജുള്ള ഒരു രേഖയാണ് ഉത്തരവാദപ്പെട്ട ഒരാൾ അയച്ചു തന്നത്. ഈ ASP കുറിപ്പ് അഭിഭാഷക കമ്മീഷനായിട്ട് വന്നതിന് ശേഷമുള്ള ഓരോ കാര്യങ്ങളും ഞാനത് SITക്ക് കൈമാറാൻ പോവുകയാണ്. കാരണം അത്രയ്ക്ക് വിലപ്പെട്ട തെളിവുകൾ എൻ്റെ കൈവശം കിട്ടിയിട്ടുണ്ട്. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഇവർ പറയുന്നു പത്മകുമാറോ കടകംപള്ളി സുരേന്ദ്രനോ അടൂർ പ്രകാശോ ഒന്നുമല്ല. ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണികൾ വിളക്ക് ചേർക്കാനുണ്ട്. അത് വിളക്ക് ചേർക്കുക തന്നെ ചെയ്യും എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. കാരണം ഈ അന്വേഷണത്തെ നിയന്ത്രിക്കുന്ന അയ്യപ്പസ്വാമിയാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിയോഗിച്ചിരിക്കുന്ന SIT ടീം ഇത് കണ്ടെത്തും. നമ്മളെല്ലാവരും അയ്യപ്പ ഭക്തരായിട്ടുള്ള എല്ലാവരും തന്നെ SITക്ക് പിന്തുണ കൊടുക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം അവരുടെ മനോവീര്യത്തെ തകർക്കുന്ന രീതിയിൽ, അവരെ അവിശ്വസിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ അന്വേഷണത്തിന് ഗുണകരമാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അനിൽ വിളയിൽ സാർ ഇവിടെ പറഞ്ഞു, CBI അന്വേഷണം വന്നു കഴിഞ്ഞാൽ ഇതുവരെയുള്ള അന്വേഷണത്തിൻ്റെ ട്രാക്ക് മാറി മറ്റൊരു ട്രാക്കിലേക്ക് പോകുമെന്നാണ് ഞാൻ ഉൾപ്പെടുന്ന ഭക്തജനങ്ങൾ കരുതുന്നത്. അതുകൊണ്ട് SITയുടെ അന്വേഷണം പൂർത്തിയാവട്ടെ. SITയുടെ അന്വേഷണം പൂർത്തിയായി കഴിയുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നറിയാം. ഇത് ഞാൻ പറഞ്ഞല്ലോ, 1951 മെയ് 18 ശബരിമലയിലെ ഇപ്പോഴത്തെ പഞ്ചലോഹ വിഗ്രഹം പ്രതിഷ്ഠിച്ചത്. അതിൻ്റെ 75ാം വാർഷികം അല്ലെ പ്ലാറ്റിനം ജൂബിലി ഇയറാണ് 2026. ഈ 2026 മെയ് 18 മുമ്പായിട്ട് ഈ നെല്ലും പതിരും വേർതിരിച്ചറിയാൻ അയ്യപ്പസ്വാമി തന്നെ ഇടപെടും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ശരി, ശ്രീ മഹേഷ് പണിക്കർ, എങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം? നാളെ പോറ്റി ഇറങ്ങിയേക്കും. ഇല്ല, പോറ്റി ഇറങ്ങുന്ന എൻ്റെ അഭിപ്രായത്തിൽ ഈ പറഞ്ഞ SITയെ നമ്മൾ പരിപൂർണ്ണ വിശ്വാസത്തിൽ തന്നെ എടുക്കുക. കാര്യം ഇത് അയ്യപ്പൻ്റെ ഒരു ഡിസൈൻ, ഇതിനകത്ത് പല കാര്യങ്ങൾ കണക്ട് ചെയ്ത് അയ്യപ്പൻ്റെ ഒരു അന്വേഷണത്തിൻ്റെ അവരെ സഹായിക്കുന്ന രീതിയിലും അല്ലെങ്കിൽ ഇതിന് വരുന്ന ബാക്കി ഈ രാഷ്ട്രീയ സാഹചര്യവും നമ്മുടെ സമൂഹത്തിൻ്റെ സാഹചര്യവും ഒക്കെ ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ ഈ അന്വേഷണം എത്തിയതും നമുക്ക് മനസ്സിലാക്കുന്ന ഓരോ ചെറിയ കാര്യങ്ങൾ ഇത് ഇത്രയും വളർന്നു വന്നിരിക്കുന്നത്. അപ്പം അയ്യപ്പൻ്റെ ഒരു ഡിസൈൻ ഇതിനകത്തുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മളെ SIT അയ്യപ്പൻ നിയോഗിച്ചിരിക്കുന്ന ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ അണ്ടറിലുള്ള SIT അവർ വ്യാഖ്യാനങ്ങളായിട്ട് തന്നെ ഈ യഥാർത്ഥ പ്രതികളെ ഇതുപോലെ നമ്മുടെ മധുചേട്ടൻ പറഞ്ഞ പോലെ കുറെ കണ്ണികളൂടെ വിളക്കാനുണ്ട്. ആ കണ്ണികളൂടെ കൂട്ടി യോജിപ്പിച്ച് അന്വേഷണം നല്ല അതിൻ്റെ കുറ്റമറ്റ രീതിയിൽ എല്ലാ പ്രതികളും ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേര് ഇത്ര തന്നെ ഇപ്പോൾ ഉള്ള 10-12 പേരുള്ള പോലെ തന്നെ 10-12 പേരൂടെ ഇതിനകത്ത് കാലാകാലങ്ങളിൽ ഇതിനകത്ത് ബന്ധപ്പെട്ട കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ടവരുണ്ട്. അത്രയും പേരൂടെ ഇതിനകത്ത് വന്ന് അത് ശുദ്ധമാക്കി അതിനകത്തെ ആ പാളികൾ അല്ലെങ്കിൽ ആ സ്വർണം അല്ലെങ്കിൽ ബാക്കി അമൂല്യമായ വസ്തുക്കൾ അതൊക്കെ തിരിച്ചെത്തി ആ ഒരു സന്നിധാനം ചൈതന്യപൂർണ്ണമാകണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അത് അങ്ങനെ തന്നെ സംഭവിക്കുന്നത് തന്നെയാണ് എല്ലാ അയ്യപ്പ വിശ്വാസികളുടെയും പ്രാർത്ഥനയും. ശരി, വളരെ നന്ദി. അഡ്വക്കേറ്റ് K. സരൺകുമാർ, ഡോക്ടർ ജിൻഡോ ജോൺ, അഡ്വക്കേറ്റ് അനിൽ വിളയിൽ, ശ്രീ മധു മണിമല, ശ്രീ മഹേഷ് പണിക്കർ ചർച്ചയിൽ പങ്കെടുത്തു. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.